അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഒരു മുഅ്മിനിന്റെ, ഒരു സത്യവിശ്വാസിനിയുടെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ആഹ്ലാദം തോന്നുകയാണ്. അത് കണ്ടപ്പോഴാണ് ഞാൻ ചിരിച്ചുപോയത്. എന്തേ സംഭവം എന്നറിയോ? ഇന്ന സ്വാബതുഹു സറാഉ ശകർ. ഒരു മുഅ്മിനിന് ഒരുപാട് സുഖങ്ങളും ഒരുപാട് നന്മകളും ലഭിച്ചാൽ അവൻ അല്ലാഹുവിന് വേണ്ടി ശുക്ർ ചെയ്യുന്ന ആളുകളാണ്. അപ്പോഴേക്കും അവന്റെ നിസ്കാരം അധികരിക്കും, ദീനീബോധം അധികരിക്കും. ദീനീ ചിട്ടയോടെ മുഅ്മിനീങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാ? ഇൻ അസ്വാബതുഹു സറാഉ ശകർ. നമ്മൾ നേരെ ഓപ്പോസിറ്റാണ്, നമ്മൾ നേരെ വിപരീതമാണ്. നമ്മൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും സുഖങ്ങളും ആർഭാടങ്ങളും ലഭിക്കുമ്പോൾ പാടെ അള്ളാഹുവിനെ മറക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ പോയി ബിസിനസ് ഡള്ളായി, കച്ചവടം പൊട്ടി പാളീസായി എങ്കിലും നേരെ പള്ളി, പിന്നെ ഇബാദത്ത്, പിന്നെ ഉസ്താദുമാരോട് ദുആ ചെയ്യിപ്പിക്കുക. അങ്ങനെയല്ല വേണ്ടത്. സന്തോഷമുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ അസ്വാബതുഹു സറാഉ ശകർ. സന്തോഷമുണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യുകയും, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുകയും ചെയ്താൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം വല്ലാത്ത സന്തോഷമാണ്. എന്തേ? കുല്ലുഹു ഖൈർ, അവൻ എല്ലാം നന്മയാണ്, എല്ലാം പുണ്യമാണ്, എല്ലാം സന്തോഷമാണ്, എല്ലാത്തിലും പ്രതിഫലമാണ്. ഒരു മുഅ്മിനിന് വേറെ ഒരാൾക്കും ഇത് കിട്ടാൻ പോകുന്നില്ല. ഒരു സത്യവിശ്വാസിനിക്ക് ഇത് കിട്ടുകയുള്ളൂ. എന്താണ്? ഇവൻ സന്തോഷമുണ്ടാകുന്ന സമയത്ത് ശുക്ർ ചെയ്യുകയും പ്രയാസമുണ്ടാകുന്ന സമയത്ത് സ്വബർ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് എല്ലാ സമയത്തും നന്മ ലഭിക്കുന്ന ഒരേ ഒരു സമൂഹം അത് മുഅ്മിനീങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? സന്തോഷമുണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യുക, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് താണുക്കേണ് അപേക്ഷിച്ച് സ്വബർ ചെയ്യുക, ക്ഷമിക്കുക. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരുമാറാവട്ടെ. അതേപോലെ പൊതുവെ ആളുകൾ അഹങ്കാരികളും ധിക്കാരികളുമായി മാറുന്നത് സമ്പത്ത് കൈ ലഭിക്കുമ്പോഴാണ്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന നബി തങ്ങളെ തടയാൻ വേണ്ടി ചെന്ന അബൂജഹലിനെ കുറിച്ച് അല്ലാഹു പറയുന്ന വാക്കുകളാണത്. അറഅയ്തല്ലദീ യൻഹാ, നബിയേ, താങ്കൾ നിസ്കരിക്കുമ്പോൾ, ഒരടിമ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തെ തൊട്ട് തടയുന്ന ആളെ കണ്ടില്ല നബിയേ. അർആഹു ഇസ്തഗ്നാ, എപ്പോഴാണ് അവൻ ധിക്കാരിയായി മാറുന്നത്? എപ്പോഴാണ് അവൻ അഹങ്കാരിയായി മാറുന്നത്? എപ്പോഴാ ഒരു മനുഷ്യൻ അഹങ്കാരിയാകുന്നത്? അർആഹു ഇസ്തഗ്നാ, അവന്റെ കയ്യിൽ സമ്പത്തുണ്ട്, ഐശ്വര്യമുണ്ട് എന്നൊരാൾക്ക് തോന്നുമ്പോൾ അവൻ ധിക്കാരിയും അഹങ്കാരിയും ആയി മാറുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും അടുത്ത് അഹങ്കാരത്തിന്റെയോ കിബറിന്റെയോ അണുമണി തൂക്കം മനസ്സിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കുകയേ ഇല്ല എന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹങ്കാരമില്ലാതെ കിബറില്ലാത്തൊരു ജീവിതം നമ്മൾക്ക് വേണം. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. പൊതുവെ മുസ്ലിമീങ്ങൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലുള്ള പ്രശ്നമാണ് മുസ്ലിമീങ്ങൾ പരസ്പരം തമ്മിൽ തല്ലുക. ഇത് പൊതുവെ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ്. മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിലൊക്കെ നാടുകൾ ബൗണ്ടറി തിരിച്ച് അടിപിടികൂടുക, അല്ലെങ്കിൽ സംഘടനയുടെ പേരിൽ അടിപിടികൂടുക, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുടെ പേരിൽ അടിപിടികൂടുക. ഇതൊക്കെ നമ്മുടെ മുസ്ലിം പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്ന വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. എന്നാൽ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണെങ്കിലോ അവിടെ വർഗീയ പ്രശ്നങ്ങൾ, അവിടെ ലഹളകൾ, അവിടെ മതസ്പർദ്ധകൾ, മതസൗഹാർദ്ദത്തിനെതിരെയുള്ള പ്രഭാഷണങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കാൻ. ചുരുക്കി പറഞ്ഞ എവിടെയും സ്വസ്ഥതയും സമാധാനവുമില്ലാത്ത അന്തരീക്ഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവേ രണ്ട് വിരോധാഭാസം നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, മുതലാളിമാർ തിന്ന ഭക്ഷണം ദഹിക്കാൻ വേണ്ടി കിലോമീറ്ററുകളോളം നടക്കുന്ന കാലമാണിതല്ലേ. ധനികരായ മുതലാളിമാരായ ആളുകളൊക്കെ തിന്ന ഭക്ഷണം ദഹിക്കാൻ വേണ്ടി കിലോമീറ്ററുകളോളം നടക്കാൻ. നേരെ മറിച്ച് പാവങ്ങളോ
തിന്നാൻ കിട്ടാൻ വേണ്ടി നടക്കാണ് 2 കിലോമീറ്റർ. അല്ലെ, പാവങ്ങളായ ആളുകൾ വയറ്റത്തേക്ക് വല്ലതും തള്ളിക്കയറ്റാൻ വേണ്ടി, ഒരു നുറുക്ക് ഭക്ഷണത്തിന് വേണ്ടി, ഒരു അപ്പക്കഷ്ണത്തിന് വേണ്ടി 2 കിലോമീറ്ററോളം ഭക്ഷണത്തിന് വേണ്ടി നടക്കുമ്പോൾ ധനികരായ ആളുകൾ തിന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടി 2 കിലോമീറ്റർ നടക്കാൻ. ഇവിടെ 2 പേരുടെയും ആ ഒരു നടത്തം ഒഴിവാക്കാൻ ഒരൊറ്റൊരു മാർഗമേ ഉള്ളൂ. ധനികരായ ആളുകൾ അല്പം കഴിക്കുക, ബാക്കി പാവങ്ങൾക്ക് കൊടുക്കുക എങ്കിൽ 2 പേരുടെയും നടത്തം അവിടെ ഒഴിവാക്കാം. അല്ലേ, അങ്ങനെ സംഭവിച്ചൂടെ? 2 പേർക്കും പ്രശ്നമില്ലല്ലോ. കഴിക്കുന്നത് ഒഴിവാക്കി, ദൂർത്തടിക്കുന്നത് ഒഴിവാക്കി, അത് പാവങ്ങൾക്ക് നൽകുമ്പോൾ 2 ഭാഗത്തും ഐശ്വര്യമുണ്ടായി. മുതലാളിമാർക്ക് ശാരീരികമായിട്ടുള്ള ഐശ്വര്യം, അവർക്ക് ഭക്ഷണം ലഭിച്ചു, മറ്റുള്ളവർക്ക് ആരോഗ്യം ലഭിച്ചു. ഇത് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകിച്ചിട്ട് മുസ്ലിം ഏരിയകളിലൊക്കെ മുതലാളിമാരും ധനികരുമായ ആളുകൾ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകം ചിന്തിക്കുകയും ഈ ഒരു മേഖലകളിൽ പ്രത്യേകം താല്പര്യം കാണിക്കുകയും ചെയ്യണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. പൊതുവെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതിരിക്കുകയോ ആദരിക്കേണ്ടവരെ ആദരിക്കാതിരിക്കുകയോ കാരുണ്യം കാട്ടേണ്ടവരോട് കാരുണ്യം കാട്ടാതിരിക്കുകയോ ചെയ്താൽ അത് ഹബീബിന്റെ ഉമ്മത്തിൽ പെടുകയില്ല എന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ മിന്നാ മൻ ലം യുവഖിർ കബീറനാ വയർഹം സഗീറനാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ലൈസ മിന്നാ, എന്നിൽ പെട്ടവനല്ല, മുസ്ലിം സമൂഹത്തിൽ പെട്ടവനല്ല, മുസ്ലിം എന്ന് പറയാൻ പറ്റൂല. തും മുസൽമാൻ ഹോ ഓർ അൻദാസ മുസൽമാനി ഹേ, നിന്നെ കുറിച്ചും എന്നെ കുറിച്ചും ഒരു മുസ്ലിം എന്ന് പറയാൻ പറ്റുമോ? പറ്റോ? വസമാനേ മേ മുഅസ്സസ് തേ മുസൽമാൻ ഹോക്കർ और तुम ख्वार हुए താരിഖേ ഖുർആൻ ഹോക്കർ. ഒരു കാലഘട്ടത്ത് മുസ്ലിം എന്ന് പറയുമ്പോൾ അഭിമാനിക്കുന്ന കാലമുണ്ടായിരുന്നു. ഐ ആം എ മുസ്ലിം, ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ ആളുകൾ അഹങ്കാരത്തോടെ അഭിമാനത്തോടെ കൈ ഉയർത്തിയിരുന്ന കാലമുണ്ടായിരുന്നു. വസമാനേ മേ മുഅസ്സസ് തേ മുസൽമാൻ ഹോക്കർ, മുസ്ലിം എന്ന് പറയുമ്പോൾ നെഞ്ചുറപ്പോടെ, പതറാത്ത പാദത്തോടെ, ചിതറാത്ത ചിത്തത്തോടെ നെഞ്ചു വിരിച്ച് ഞാനൊരു മുസ്ലിമാണെന്ന് പറയാനുള്ള മനോധൈര്യം ഒരു കാലഘട്ടത്തുള്ള ആളുകൾക്കുണ്ടായിരുന്നു. നമ്മൾ പരാജയപ്പെടാനും മുസ്ലിം എന്ന് പറഞ്ഞ് തല ഉയർത്തി നടക്കാൻ സാധിക്കാതിരിക്കാനുമുള്ള കാരണം പരിശുദ്ധമായ ഖുർആനിനെ നമ്മൾ ഒഴിവാക്കിയതാണെന്ന് പരിശുദ്ധ ഒരു കവി നമ്മോട് പഠിപ്പിച്ചു തരികയാണ്. ഖുർആനിലേക്ക് മടങ്ങണം, ഹദീസിലേക്ക് മടങ്ങണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ലൈസ മിന്നാ മൻ ലം യുവഖിർ കബീറനാ, ആദരിക്കേണ്ടവരെ ആദരിക്കാത്തവൻ എന്നിൽ പെട്ടവനേ അല്ല. ബഹുമാനിക്കേണ്ട മുതിർന്ന ആളുകളെ ബഹുമാനിക്കണം. നമ്മുടെ ചെറുപ്പക്കാരുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രശ്നമാണിത്. ആര് പറഞ്ഞാലും ഞാൻ കേൾക്കൂല എന്ന് പറഞ്ഞത് നടക്കുമോ? ആര് പറഞ്ഞാലും ഞാൻ കേൾക്കൂല, ഉപ്പ പറഞ്ഞാലും ഞാൻ കേൾക്കൂല, അധ്യാപകർ പറഞ്ഞാലും കേൾക്കൂല, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ, അത് നടക്കൂല. പൊന്നു ചെറുപ്പക്കാരാ, സ്കൂളിൽ അധ്യാപകർക്ക് റോളുണ്ടോ? അവർക്ക് വോയിസ് ഉണ്ടോ? അവർക്കൊന്ന് പറയാനുള്ള ത്രാടിയുണ്ടോ? നമ്മുടെ സ്കൂളിൽ നടക്കുന്ന ആഭാസങ്ങൾ, 2-3 സ്കൂളിൽ നടക്കുന്ന ആഭാസങ്ങളെ കുറിച്ച് ഒരു സഹോദരി തൻ്റെ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റുകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. പൊതുവെ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളുടെ കഥയാണ് അവൾ അവിടെ വിവരിക്കുന്നത്. നമ്മുടെ രക്ഷിതാക്കൾ ഇത് മനസ്സിലാക്കണം. സമ്പത്തുണ്ട്, നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ അയക്കാണ്, കയറൂരി വിടാൻ. പിന്നെ നമ്മൾ ആലോചിക്കുന്നില്ല എന്തൊക്കെയാണ് അവരവിടെ ചെയ്യുന്നത്. മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു പെൺകുട്ടി പറയുന്ന വിഷയമാണിത്. ആ പെൺകുട്ടി വിശദീകരിക്കുന്നത് അവിടെയുള്ള 100-90% പെൺകുട്ടികൾക്കും പ്രണയമുണ്ട്. അതിൽ 30% പെൺകുട്ടികളുടെ പ്രണയവും അമുസ്ലിമീങ്ങളോടാണ്. സുബ്ഹാനല്ലാഹ്, 30% പെൺകുട്ടികളുടെ പ്രണയവും അമുസ്ലിമീങ്ങളോടാണ്. അവർ കളിക്കുന്നു, ക്യാൻറ്റീനിൽ പോകുന്നു, ആരോട്? സമ്മതത്തോടെ. എന്നിട്ട് മരത്തിന്റെ തിണ്ണയിലിരിക്കുന്നു, മരച്ചുവട്ടിലിരിക്കുന്നു, സല്ലപിക്കുന്നു, സംസാരിക്കുന്നു, ബൈക്കിൽ കറങ്ങുന്നു, ജ്യൂസ് കുടിക്കുന്നു. ചോദിക്കാൻ ആളുകളില്ല. ഇതിനെതിരെ ശബ്ദിച്ചാൽ പിന്നെ അത് പ്രശ്നമാണ്. നമ്മുടെ JNUലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾക്കറിയാം.
എന്തെങ്കിലും ഒരു ദായ്മകളോ തോന്നിവാസങ്ങളോ നടക്കുമ്പോ അതിനെതിരെ ശബ്ദിച്ചവർ കുറ്റവാളികളായി മാറാൻ, അവർ രാജ്യദ്രോഹികളായി മാറാൻ. അക്രമം കാണിക്കുന്നവർ, തോന്നിവാസം ചെയ്യുന്നവർ, ഇവരൊക്കെ രാജ്യസ്നേഹികൾ. നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ രാജ്യദ്രോഹികളായി മാറാൻ. ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അല്പം കൂടി ബോധവാന്മാരായില്ലെങ്കിൽ പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. പാഠം പഠിക്കാൻ സമയമായിട്ടില്ലേ? പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അലം യഅ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. പൊന്ന മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹുവിനെ പേടിച്ച് മാറാനുള്ള സമയമായിട്ടില്ലേ? അലം യഅ്നി, എന്നാണ് നിങ്ങളൊക്കെ മാറാ? എന്നാണ് നമ്മൾക്കൊക്കെ മാറ്റം വരിക? ലില്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകളെ, എന്നാണ് ഒരു ചേഞ്ച് ഉണ്ടാവുക? അല്ലാഹുവിനെ പേടിച്ചൊന്ന് മാറിക്കൂടെ? ഉപ്പ കാണുന്നില്ല ശരിയാണ്, ഉമ്മ കാണുന്നില്ല ശരിയാണ്, അധ്യാപകരെ കാണുന്നില്ല ശരിയാണ് എന്ന് വെച്ച് എന്ത് തോന്നിവാസവും ചെയ്യാമെന്ന് ആരാണ് നിനക്ക് പെർമിഷൻ തന്നത്? ഒന്നല്ല രണ്ടല്ല, 100 കണക്കിന് അനുഭവങ്ങൾ നമ്മുടെ കണ്ണ് കൊണ്ട് കണ്ടിട്ടും പാഠം പഠിക്കാത്തതെന്തേ? ലാ യുൽദഗുൽ മുഅ്മിനു മിൻ ജുഹ്രിൻ വാഹിദ്. ഒരു മുഅ്മിൻ ഒരൊറ്റ ഒരു മാളത്തിൽ നിന്ന് 2 പ്രാവശ്യം പാമ്പിന്റെ കടിയേൽക്കില്ലല്ലോ. ഒരു മാളത്തിൽ നിന്ന് 2 പ്രാവശ്യം പാമ്പൊരാളെ കടിച്ചാൽ അവൻ മുഅ്മിനല്ല. എന്തേ? ഒന്നാമത്തെ അനുഭവം അവന് പാഠമാണ്. എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് മാസ്റ്റർ. ഒരുത്തന്റെ അനുഭവമാണ് ഏറ്റവും വലിയ പാഠം. ഇതൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കാണാണല്ലോ. വിഷമമുണ്ട് ചില കാര്യങ്ങൾ കേൾക്കുമ്പോ, വിഷമമുണ്ട് ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും. നമ്മൾക്ക് വിഷമമുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾക്ക് ഇത് താങ്ങാൻ പറ്റുമോ? ആ കുടുംബങ്ങൾക്ക് ഇത് സഹിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് ഇത് എവിടെയോ നടക്കുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞ് നമ്മളിത് തള്ളിക്കളഞ്ഞാൽ നാളെ അനുഭവിക്കേണ്ടി വരെ നമ്മളാണ്. ഈ പെൺകുട്ടി പറയുന്നത് പേര് പോലും വെളിപ്പെടുത്താതെ, പെൺകുട്ടി പറയുന്നത് ഇത് ഞാൻ പേര് വെളിപ്പെടുത്താതിരിക്കാനുള്ള കാരണം പറഞ്ഞാൽ എൻ്റെ പേരിലായിരിക്കും പിന്നെ പ്രശ്നങ്ങൾ. 30% ആളുകളും പ്രണയിക്കുന്നത് അമുസ്ലിമീങ്ങളെയാണ്. എന്ത് കണ്ടിട്ട്? ഇത് അവരുടെ ഒളി അജണ്ടയാണ്, ഹിഡൻ അജണ്ടയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. കണ്ട പെണ്ണിനെ നമ്മൾ പോയി അമുസ്ലിമത്തായ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും സ്വീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് നമ്മൾ അതിന് മുതിരുന്നില്ല. മനസ്സിലാക്കണം, നമ്മൾ കണ്ട അമുസ്ലിമത്തായ പെണ്ണിനെയോ ആണിനെയോ നമ്മൾ അങ്ങോട്ട് പോയി കല്യാണം കഴിച്ച് പ്രണയിച്ച് പ്രേമം നടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഉപ്പ കയറ്റൂല, ഉമ്മ കയറ്റൂല, കുടുംബങ്ങൾ ആട്ടി ഓടിക്കുകയാണ്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ അങ്ങനെ ഒരു പരിപാടിക്ക് തുനിയാത്തത്, ഇറങ്ങാത്തത്. നേരെ മറിച്ച് ഹിഡൻ അജണ്ടകളുമായി, ഒളി അജണ്ടകളുമായി മുസ്ലിമത്തായ പെണ്ണുങ്ങളെയും പെൺകുട്ടികളെയും വശീകരിക്കണമെന്ന ഫാസിസ്റ്റ് ദുർഭൂതങ്ങളുടെ ഒളി അജണ്ടകൾ നടക്കുമ്പോ നമ്മുടെ മക്കളെ നമ്മളല്ലാതെ പിന്നെ ആരാ ശ്രദ്ധിക്കുക? വേറൊരു വാർത്ത വായിച്ചു, അത് ഇതിനേക്കാളും വിഷമമാണ്. ലക്ഷക്കണക്കിന് രൂപകൾ നമ്മൾ വലിച്ചെറിഞ്ഞ് ഡോക്ടറേറ്റിനും ഡോക്ടറാവാനും അതേപോലെ വലിയ വലിയ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കാൻ അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്ത്? അവിടെ ഇന്റേണൽ മാർക്കിന് വേണ്ടി അധ്യാപകന് ശരീരം കാഴ്ചവെക്കുക, ഇന്റേണൽ മാർക്ക് കിട്ടാൻ വേണ്ടി അധ്യാപകന്റെ പിന്നിൽ പോവുക. അധ്യാപകൻ പറയുന്നു വീട്ടിൽ വരണം, പോയില്ലെങ്കിൽ ഇന്റേണൽ മാർക്കില്ല. ഇന്റേണൽ മാർക്ക് കിട്ടിയാലേ ഒരാൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. ആ ഒരു മാർക്കിന് വേണ്ടി ശരീരം പോലും അധ്യാപകന് കാഴ്ചവെക്കേണ്ട ദാരുണമായ അവസ്ഥ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്, കേരളത്തിന്റെ പുറത്ത് നടക്കുന്നുണ്ട്. നമ്മൾ ഇതൊന്നും കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. ലാ യുൽദഗുൽ മുഅ്മിനു മിൻ ജുഹരിൻ വാഹിദിൻ മർറതൈൻ. ഒരൊറ്റ ഒരു മാളത്തിൽ നിന്ന് ഒരു മുഅ്മിൻ 2 തവണ കടിക്കപ്പെടാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര അനുഭവങ്ങളാണ്. കല്യാണത്തിന്റെ ദിവസം, കല്യാണത്തിന്റെ തലേന്ന്, കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം എന്നില്ല 100 കണക്കിന് ആളുകൾ ഇറങ്ങിയോടുമ്പോ ഓരോ ഉമ്മയും ഓരോ ഉപ്പയും ചിന്തിക്കുകയാണല്ലോ, എന്റെ മകൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. എന്റെ മകൾക്ക് ഞാൻ ഫോൺ കൊടുത്തിട്ടില്ല, എന്റെ മകൾക്ക് ഞാൻ അങ്ങനെയുള്ള അവസരം കൊടുത്തിട്ടില്ല, അവൾക്ക് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മകൾ എന്നെ ഒരിക്കലും അപകീർത്തിപ്പെടുത്താനോ എന്നെ ഇകഴ്ത്താനോ ശ്രമിക്കില്ല എന്ന് ഓരോ ഉപ്പമാരും ഉമ്മമാരും ചിന്തിക്കുമ്പോഴും ഇതേ മക്കൾ തന്നെയാണ് മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞു പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. ഈ ഇറങ്ങിപ്പോകുന്ന 100-ൽ
90% ഇറങ്ങിപ്പോകുന്നത് പ്രണയം കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്. വലിയ വിഷയമാണിത്. ഇറങ്ങിപ്പോകുന്നത് കല്യാണത്തിന്റെ ദിവസം വരെ ഉമ്മയും ഉപ്പയും വേണ്ട എന്ന് പറഞ്ഞ്, കുടുംബം വേണ്ട എന്ന് പറഞ്ഞ് ഒരു പെണ്ണിന് വീട്ടിൽ നിന്ന് കണ്ടവന്റെ കൂടെ ഇറങ്ങി ഓടാൻ ത്രാണിയുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രണയമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയാൻ, ഏതോ കാലത്ത് തന്റെ കാമുകനോട് ചാറ്റ് ചെയ്യുമ്പോ അയച്ചു കൊടുത്ത ഫോട്ടോകളുടെ പരിണിത ഫലമാണിത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. സ്കൂളിൽ നടന്ന ആഭാസങ്ങളുടെ പരിണിത ഫലമാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഒരു ഫോട്ടോ ഉടുക്കലോടെ കൂടെ കിസ് ചെയ്യുന്നതോ കൂടെ നടക്കുന്നതോ, അല്ലെങ്കിൽ രാത്രിയുടെ യാമങ്ങളിൽ ആരാരും അറിയാതെ, ഉപ്പ അറിയാതെ, ഉമ്മ അറിയാതെ രാത്രിയുടെ അകത്തളങ്ങളിൽ സംസാരിച്ചത് റെക്കോർഡ് ചെയ്ത് പെണ്ണിനോട് പറയാണ്, നീ എന്നോട് സംസാരിച്ചതൊക്കെ എന്റെ മൊബൈലിൽ ഞാൻ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട്, നോക്കണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ ഇങ്ങനെ ഒരു വലയിലോ ചതിയിലോ ചതിക്കുഴിയിലോ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാൻ. രാത്രി നിങ്ങൾ സംസാരിക്കുന്ന സംസാരങ്ങൾ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് ആ റെക്കോർഡ് വെച്ചുകൊണ്ടാണ് പിന്നെ ഭീഷണിപ്പെടുത്തുന്നത്. ഞാൻ വിളിച്ച സ്ഥലത്തേക്ക് വന്നുകൊള്ളണം, അല്ലെങ്കിൽ ഉപ്പയില്ലാത്ത സമയത്ത്, ഉമ്മയില്ലാത്ത സമയത്ത്, വീട്ടിൽ ആരാരുമില്ലാത്ത സമയത്ത് എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊള്ളണം എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇല്ലെങ്കിൽ നീ എന്നോട് സംസാരിച്ച സംസാരത്തിന്റെ ഓഡിയോ ക്ലിപ്പുകൾ ഞാൻ വാട്സപ്പിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുമെന്ന് പറയുമ്പോ പെണ്ണ് ചിന്തിക്കുന്നത്, യാ അല്ലാഹ്, എന്റെ ഈ ഓഡിയോകൾ എന്റെ ഉപ്പ കേട്ടാൽ, എന്റെ ഉമ്മ കേട്ടാൽ, എന്റെ കുടുംബങ്ങൾ കേട്ടാൽ ഞാൻ എന്താ ചെയ്യാ? അതുകൊണ്ട് ഇവൻ വിളിക്കുന്ന സ്ഥലത്തേക്ക് ഇവൾ പോവാൻ, എന്നിട്ട് പറയുന്നു ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്യാം. പിന്നെ പോയി, എന്നിട്ടോ ഡിലീറ്റ് ചെയ്തു. പക്ഷേ പിന്നെ കൂടെ നടന്നതും കൈപിടിച്ചതും സംസാരിച്ചതും ഫോട്ടോ കൊണ്ട് ഷൂട്ട് ചെയ്തു. പിന്നെ ബ്ലാക്ക് മെയിലിംഗ് ഫോട്ടോ കൊണ്ടായി. പിന്നെ ഈ ഫോട്ടോ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി നമ്മുടെ പെൺകുട്ടികളെ. പാവങ്ങളായ പെൺകുട്ടികൾ നിഷ്കളങ്കമായ സ്നേഹം കൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റിയപ്പോ അതിനെ ചൂഷണം ചെയ്യാൻ, മിസ്യൂസ് ചെയ്യാൻ ചില കാമുകന്മാർ, അതിൽ മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്. ഈ ഫോട്ടോ വെച്ചുകൊണ്ട് പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ, എന്നിട്ടോ ഇവൻ വിളിക്കുന്ന സ്ഥലത്തേക്ക് പോകണം, ഇവൻ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്തു കൊടുക്കണം, അതും പിന്നെ ഷൂട്ട് ചെയ്തു. എന്നിട്ടാണ് കല്യാണത്തിന്റെ ദിവസവുമൊക്കെ ഒളിച്ചോടുന്നത്. പിന്നെ ഇവള് ചിന്തിക്കുന്നത്, ഞാൻ ചെയ്ത തെറ്റ്, എന്റെ ആ എന്തെങ്കിലും വേണ്ടാത്ത തോന്നിവാസത്തിന്റെ വീഡിയോ ഇവൻ പറയുന്നു, നീ വന്നില്ലെങ്കിൽ ഞാൻ ഇന്ന ഗ്രൂപ്പുകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ ഷെയർ ചെയ്യാൻ പോവാൻ, നിനക്ക് വരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിന്റെ നൈക്കിഡ് ഫോട്ടോ, നിന്റെ നൈക്കിഡ് വീഡിയോ, നീ കിസ് ചെയ്യുന്ന രംഗങ്ങൾ, നീ കളിക്കുന്ന രംഗങ്ങൾ ഒക്കെ ഞാനിതാ പ്രചരിപ്പിക്കാൻ പോവാൻ. പിന്നെ പെണ്ണ് ചിന്തിക്കൽ എന്താ? ഉപ്പ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉമ്മ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ വീഡിയോ ലീക്കാവാൻ പാടില്ല, എടുത്തു പോവാൻ, എടുത്തു ചാടാൻ. ഇതാണ് പല പ്രണയങ്ങളുടെയും പല ഒളിച്ചോട്ടങ്ങളുടെയും പിന്നിൽ നടക്കുന്നത്. ഇതാണ്. അതുകൊണ്ടാണ് അത്രയും മനക്കരുത്തോടെ കല്യാണ ദിവസങ്ങളിലൊക്കെ ഒളിച്ചോടാൻ ഒരാൾക്ക് സാധിക്കുന്നത്. ലാ യസ്നി സാനി വഹുവ യസ്നി വഹുവ മുഅ്മിൻ. അതേപോലെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വ്യഭിചാരിയായ സഹോദരനെ വ്യഭിചാരിയായ പെണ്ണല്ലാതെ കല്യാണം കഴിക്കൂല. അതേപോലെ വ്യഭിചാരിണിയായ പെണ്ണിനെ വ്യഭിചാരിയായ ചെറുപ്പക്കാരനല്ലാതെ കല്യാണം കഴിക്കൂല. അല്ലെങ്കിൽ ഒരു അമുസ്ലിമായ സഹോദരനായിരിക്കും കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് പ്രണയത്തിന്റെയോ പ്രേമത്തിന്റെയോ അല്ലെങ്കിൽ എന്ത് നൂലാമാലകളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിലും ഞാൻ വളരെ സ്നേഹത്തോടെ, വളരെ ആത്മാർത്ഥതയോടെ എന്റെ ചെറുപ്പക്കാരികളോട് പറയുന്നത്, നിങ്ങളുടെ ഓഡിയോ നഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങളുടെ വായയിൽ നിന്ന് വീഴുന്ന അനാവശ്യത്തിന്റെ ഒരു ഓഡിയോ, അത് വീഴുമ്പോഴേക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ശരീരമാണ്. പിന്നെ ആ ഓഡിയോ വെച്ചാണ് നിങ്ങളുടെ ശരീരം കാഴ്ചവെക്കേണ്ടത്. ആ കാഴ്ചവെക്കുന്നതും ഇവൻ ഷൂട്ട് ചെയ്യുന്നു. പിന്നെ ആ കാഴ്ചവെക്കുന്ന ആ ഒരു വ്യഭിചാരത്തിന്റെ വീഡിയോ കൊണ്ട് പിന്നെ നിന്നെ കൊണ്ട് കളിക്കലായി. പിന്നെ നിന്റെ ആവശ്യം കഴിയുമ്പോ കറിവേപ്പില പോലെ നിന്നെ വലിച്ചെറിയുന്നത് ആയിരക്കണക്കിന് അനുഭവിക്കുകയാണല്ലോ. ഇതൊന്നും തിരിച്ചറിയാതെ തോന്നിവാസങ്ങളുടെ കൂടെ നിൽക്കല്ല എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഇസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ. രാവിലെ മുഅ്മിനായ ഒരു ചെറുപ്പക്കാരൻ വൈകുന്നേരമാകുമ്പോൾ കാഫിറായി പോവാൻ.
രാവിലെ മുഅ്മിനത്തായ ഒരു ചെറുപ്പക്കാരി വൈകുന്നേരമാകുമ്പോൾ ഏതെങ്കിലും അമ്പലത്തിന്റെ പടിയിൽ ചെന്നുകൊണ്ട് അവിടെ നിന്ന് പൊട്ട് തേച്ചുകൊണ്ട് കുറി വരച്ചുകൊണ്ട് ആ മുസ്ലിമത്തായി കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ ഈ ഹദീസൊക്കെ പറയുന്നത് അല്ലേ? സുബ്ഹി നിസ്കരിച്ച പെണ്ണ്, രാവിലെ ഖുർആൻ ഓതിയ പെണ്ണ് വൈകുന്നേരമാകുമ്പോഴേക്കും കാഫിറായി പോയി. يصبح الرجل مؤمنا ويمسي كافرا. രാവിലെ നിസ്കരിച്ച പെണ്ണാൻ, വുളൂ ചെയ്ത പെണ്ണാൻ, ഖുർആൻ ഓതിയ പെണ്ണാണ്, വൈകുന്നേരമാകുമ്പോഴേക്കും കാഫിറാകുന്ന അവസ്ഥ അവസാന കാലഘട്ടം വരുമ്പോൾ നടക്കുമെന്ന് റസൂലുള്ളാഹ്. ഒരു നൈമിഷിക സുഖത്തിന് വേണ്ടിയായിരിക്കും ഇവരൊക്കെ ദീനിനെ വലിച്ചെറിയുന്നത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളാണ്. ദുനിയാവിന്റെ താൽക്കാലിക സുഖം, ഒരു നൈമിഷിക സുഖത്തിന് വേണ്ടി ദീനിനെ അവർ വലിച്ചെറിയും. ഇത് റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണ്. എന്ന് വെച്ച് നമ്മളൊക്കെ വലിച്ചെറിയണമെന്നാണോ? എന്ന് വെച്ച് നമ്മളൊക്കെ ഓടണമെന്നാണോ? അല്ല, നമ്മൾ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുക. അങ്ങനെ ഒരു കാലമാണ്. വൈകുന്നേരം മഗ്രിബിന് ജമാഅത്തിന് വന്ന ഒരു ചെറുപ്പക്കാരൻ രാവിലെയാകുമ്പോഴേക്കും കാഫിറായി പോയി. അതേപോലെ മഗ്രിബ് നിസ്കരിച്ച പെണ്ണ്, ഉമ്മയുടെ കൂടെ ഉപ്പയുടെ കൂടെ ഹദ്ദാദിന് പങ്കെടുത്ത പെണ്ണ് സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുമ്പോ വീട്ടിൽ കാണാനേയില്ല. രാവിലെയാകുമ്പോ ഏതെങ്കിലും കണ്ടവന്റെ കൂടെ ഒളിച്ചോടി ഇസ്ലാം തന്നെ വലിച്ചെറിഞ്ഞു പോയിട്ടുണ്ട്. ഇവരോടൊക്കെ പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം മഹാന്മാരായ സ്വഹാബാക്കൾ ഒരു യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ അതിൽ മഹാന്മാരായ സ്വഹാബാക്കളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഒരു കോട്ട വളയാൻ നിൽക്കുമ്പോഴാണ് ഒരു സ്വഹാബിക്ക്, ഒരു താബിയായ മനുഷ്യനോ ഒരു മുസ്ലിമായ അള്ളാഹുവിന്റെ സ്വഹാബാക്കളുടെ സൈന്യത്തിലുള്ള ഒരു ചെറുപ്പക്കാരന് അങ്ങ് ബാൽക്കണിയിലുള്ള ഒരു പെണ്ണിനോട് പ്രണയം തോന്നുന്നത്. നോക്കണം, നമ്മൾ യുദ്ധത്തിന് പോയ ചെറുപ്പക്കാരനാണത്. മുസ്ലിമായ സൈന്യത്തിന്റെ കൂടെയുള്ള ചെറുപ്പക്കാരൻ ബാൽക്കണിയിലുള്ള സുന്ദരിയായ പെണ്ണിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ എന്ത് ദീന്, എന്ത് മതം, എന്ത് മാതാപിതാക്കൾ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ആ പെണ്ണിനെ എനിക്ക് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ പെണ്ണ് പറഞ്ഞു, ഇൻ തനസ്ഫർ ഫഅനലക്, നീ ക്രിസ്ത്യാനിയായിക്കോ, ഞാൻ നിനക്കുള്ളതാണ്. ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞ് മുസ്ലിമിൽ നിന്ന് മാറി ക്രിസ്ത്യാനിറ്റിയിലേക്ക്, ക്രൈസ്തവ മതത്തിലേക്ക് ചേക്കേറാൻ നീ തയ്യാറുണ്ടോ? കുരിശ് ധരിക്കാൻ നീ തയ്യാറുണ്ടോ? എങ്കിൽ ഞാൻ നിനക്കുള്ളതാണ്. സുന്ദരിയായ ഒരു പെണ്ണിന്റെ വാഗ്ദാനം കേൾക്കുമ്പോഴേക്കും മുസ്ലിമായ ഒരു മനുഷ്യൻ തന്റെ മതം വലിച്ചെറിഞ്ഞുകൊണ്ട് പെണ്ണിന്റെ കൂടെ റൂമിലേക്ക് കടന്നു പോവാൻ. ഇതൊക്കെ അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കളുടെ കാലത്ത് നടന്നു പോയ സംഭവമാണ്. അദ്ദേഹം ഹാഫിളായിരുന്നു. അൽ ബഖറ സൂറത്ത് അറിയാൻ മനപ്പാഠമാക്കിയിട്ടുണ്ട്, ആല ഇംറാൻ മനപ്പാഠമാക്കിയിട്ടുണ്ട്, ഖുർആനിന്റെ ഒരുപാട് ആയാത്തുകൾ, ഒരുപാട് സൂറത്തുകൾ മനപ്പാഠമാക്കിയ വ്യക്തിയാണ് അയാൾ. അങ്ങനെ അദ്ദേഹം അവിടെ പോയി അമുസ്ലിമാവുകയും ക്രിസ്ത്യാനിയായി മാറുകയും മുസ്ലിമീങ്ങൾ യുദ്ധം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചുപോയി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ വഴിയിലൂടെ നടന്നു വരുമ്പോൾ ഒരു മുസ്ലിമായ സഹോദരൻ ചോദിച്ചു, അല്ല, അന്ന് ഇസ്ലാമിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറിയ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നുവല്ലോ, എന്താണ് അയാളുടെ അവസ്ഥ? അയാൾ എവിടെയാണ്? ഇവിടെ ഉണ്ടല്ലോ, വിളിക്കുവീൻ എന്ന് പറഞ്ഞപ്പോ വിളിച്ചു, ചോദിച്ചു, നിനക്ക് നിന്റെ ഖുർആനോ നിന്റെ നിസ്കാരമോ നിന്റെ നന്മകൾ കൊണ്ടോ ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? നീ വലിയ ഖുർആൻ പഠിച്ച ആളാണല്ലോ, ഖുർആനിന്റെ ഒരുപാട് സൂറത്തുകൾ മനപ്പാഠമാക്കിയ ആളാണല്ലോ, അതുകൊണ്ട് വല്ല നേട്ടവും നിനക്കുണ്ടായിട്ടുണ്ടോ? മാ ഫഅല ഖുർആനുക വസ്വലാതുക, നിന്റെ നിസ്കാരവും നിന്റെ ഖുർആനും കൊണ്ട് എന്ത് ഉപകാരമാണ് നിനക്ക് ലഭിച്ചത് എന്ന് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ബാൽക്കണിയിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു,
ഉൻസിതുഹാ, എല്ലാം മറന്നുപോയി. ഞാൻ പഠിച്ച ഖുർആനിന്റെ ആയത്തുകൾ എനിക്ക് ഓർമ്മയില്ല, ഖുർആനിന്റെ സൂറത്തുകൾ എനിക്ക് ഓർമ്മയില്ല, എല്ലാം മറന്നുപോയി. ഇല്ലാ ആയതൻ വാഹിദ, ഒരൊറ്റ ഒരു ആയത്ത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. എന്നിട്ട് ഓതാൻ തുടങ്ങി. യവദ്ദുല്ലദീന കഫറൂ റബ്ബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. അമുസ്ലിമീങ്ങളായ ആളുകളൊക്കെ, സത്യനിഷേധികളായ ആളുകളൊക്കെ, പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് മതത്തെ വലിച്ചെറിഞ്ഞവരൊക്കെ, ആണിന്റെ സൗന്ദര്യം കണ്ടോ, പ്രേമം കണ്ടോ, പ്രണയം കണ്ടോ, പരിശുദ്ധ മതത്തെ വലിച്ചെറിഞ്ഞ ആളുകളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാലം വരാനുണ്ട്. ലൗ കാനൂ മുസ്ലിമീൻ, ഞാനൊന്ന് മുസ്ലിമായിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു ആയത്ത് മാത്രമാണ് ഇയാൾക്ക് ഓർമ്മയുള്ളത്. അതേ ഓർമ്മയുള്ളൂ. ഖുർആനിന്റെ സകലമായ ആയത്തും മറന്നുപോയി. റുബ്ബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. സത്യനിഷേധികളായ ആളുകളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാലം വരാനുണ്ട്. ലൗ കാനൂ മുസ്ലിമീൻ, ഞാനൊന്ന് മുസ്ലിമായിരുന്നുവെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന കാലം. ഈ ആയത്ത് മാത്രമാണ് അയാൾക്ക് ഓർമ്മയുള്ളത്. അയാൾക്കും താല്പര്യമുണ്ട്, വരാൻ പറ്റുന്നില്ല. ഇതേ അവസ്ഥയാണ് ഇവിടെ നിന്ന് ഒളിച്ചോടിയ 199 സ്ത്രീകൾക്കും സംഭവിക്കാനിരിക്കുന്നത്. ഇത് തന്നെ. 1, 2, 3 മാസമാകുമ്പോ വീട്ടിൽ പീഡനങ്ങൾ തുടങ്ങി. പിന്നെ ഭർത്താവിന് വേണ്ട, പോയ കാമുകന് വേണ്ട, ജാതകം നോക്കുന്ന മുസ്ലിമീങ്ങളായ സഹോദരന്മാരുടെ വീടുകളിൽ 1, 2, 3, 4 പെൺകുട്ടികൾ ജാതകം ശരിയാവാത്തതിന്റെ പേരിൽ കല്യാണം കഴിയാതെ വർഷങ്ങളോളം കാത്തിരിക്കുമ്പോ, ഇസ്ലാമിൽ നിന്ന് ഏതെങ്കിലും ഒരു അമ്പലത്തിലേക്ക് കയറുമ്പോഴേക്കും എങ്ങനെയാണ് ജാതകം ശരിയാവുന്നത്? അതാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ജാതകത്തിന്റെ പേരിൽ കല്യാണം കഴിക്കാതെ ഭ്രാന്ത് പഠിച്ചു നടക്കുന്ന എന്റെ നാട്ടിലുള്ളൊരു സഹോദരി എനിക്കറിയാം. ജാതകം ശരിയായിട്ടില്ല, കല്യാണം ഒത്തുവരുന്നില്ല. ഇന്നവൾക്ക് 40 വയസ്സായി ഭ്രാന്തായി നടക്കാൻ, ജാതകം ശരിയാവാത്തതിന്റെ പേരിൽ. പക്ഷേ വീട്ടിൽ നിന്ന് ഒരു മുസ്ലിം പെൺകുട്ടി തട്ടവുമിട്ടിറങ്ങുമ്പോഴേക്കും എങ്ങനെയാണ് ജാതകം ശരിയാവുന്നത്? അത്ഭുതമല്ലേ ഇതൊക്കെ? ഇതൊക്കെ എല്ലാ സ്ഥലത്തും നടക്കുന്ന അജണ്ടകളാണ്. ഇത് തിരിച്ചറിയണമെന്ന് സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളോട് പ്രത്യേകിച്ചിട്ട് ഞാൻ പറയാണ്. രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ. അവരുടെ ബാഗിൽ മൊബൈൽ ഫോണുകൾ ഉണ്ടാകും. അറിയാതെ പെട്ടുപോവാണ് പല ആളുകളും. ഇതൊക്കെ മനഃപൂർവ്വം വേണമെന്ന് പറഞ്ഞിട്ട് പോവല്ല. ജീവിതത്തിന്റെ ഏതെങ്കിലും ദുർബലമായ നിമിഷങ്ങളിൽ ഇത് അവർ അറിയാതെ പെട്ടുപോവാണ്. അങ്ങനെ പെട്ടുപോയാൽ പിന്നെ പിടിക്കാൻ പ്രശ്നമാണ്. അതിന്റെ ഡീപ്പിലെത്തിയാൽ, അതിന്റെ ആഴത്തിലെത്തിയാൽ പിന്നെ ഉപ്പയെ കുറിച്ചോ ഉമ്മയെ കുറിച്ചോ ഇവർ ചിന്തിക്കില്ല. ഇവരുടെ ലോകം ആ പ്രണയത്തിന്റെ ലോകം മാത്രമായിരിക്കും. രക്ഷിതാക്കൾ ചെയ്യേണ്ടത് എന്താണ്? രക്ഷിതാക്കളുടെ ഡ്യൂട്ടി എന്താണ്? അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? സ്കൂളിലേക്ക് പറഞ്ഞയച്ചതോടുകൂടി കഴിഞ്ഞിട്ടില്ല. സ്കൂളിലേക്ക് പോകുന്ന വഴി നമ്മൾ ശ്രദ്ധിക്കണ്ടേ? സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയും നമ്മൾ നോക്കേണ്ടേ? നമ്മുടെ ബാധ്യതയില്ലേ ഇതൊക്കെ? സ്കൂളിൽ പോകുമ്പോൾ ഏത് ബസ്സിലാണ് സ്ഥിരം കയറുന്നത്? ബസ്സിലുള്ള കളി എന്താണ്? ഏത് വാഹനത്തിനാണ് പോകുന്നത്? വാഹനത്തിന്റെ അകത്തുള്ള കളി എന്താണ്? പഠിക്കുന്ന ക്യാമ്പസിൽ പോയി അധ്യാപകരോടൊന്ന് ചോദിക്കണം, എന്റെ കുട്ടി എങ്ങനെയെന്ന്. അവിടെയുള്ള കൂടെ പഠിക്കുന്ന സഹപാഠികളോട് ചോദിക്കണം. അല്ലെങ്കിൽ കുടുംബക്കാരായ ആളുകൾ അതേ സ്കൂളിൽ പഠിക്കുമ്പോൾ അവരെ ഒന്ന് ഏൽപ്പിച്ചുകൂടെ, എന്റെ മകൾ എന്താണ് അവിടെ ചെയ്യുന്നത് എന്ന്? ഒരു ചാരപ്രവർത്തനം വേണ്ടേ? നമ്മുടെ മക്കൾ ഇങ്ങനെ പോകുമ്പോ വിഷമം തോന്നാറില്ലേ? എങ്ങനെയാണ് ഒരു ഉപ്പ ഇത് സഹിക്കുക? 2 വർഷക്കാലം മുലപ്പാല് നൽകിയ ഉമ്മ, കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും എല്ലാം സഹിച്ച് മരണതുല്യമായ വേദന സഹിച്ച ഒരു ഉമ്മയ്ക്ക്, ഉമ്മ നിങ്ങളെ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോ സഹിക്കാൻ പറ്റുമോ? ഏതുമ്മയ്ക്കാണ് ഇത് പറ്റുന്നത്? വോളിബോൾ കളിക്കുന്ന ഒരു പെൺകുട്ടി നൊന്തുപെറ്റ തന്റെ കിടാവിനെ, തന്റെ പൈതലിനെ ഏതോ ഒരു കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു പോകുന്ന കാലത്തുള്ള ഉമ്മമാർക്ക് ഇത് ഈ ഒരു വേദന ഉണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല. അല്ലേ? വോളിബോൾ കളിക്കാരിയായ, വോളിബോൾ പ്ലെയറായ ഒരു പെൺകുട്ടി ബാത്റൂമിൽ വെച്ച് പ്രസവിച്ചിട്ട് ആ പ്രസവിച്ച കുഞ്ഞിനെ ഏതോ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് കളിക്കാൻ പോയ സംഭവം നമ്മൾ വായിച്ചവരാണല്ലോ. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എങ്ങനെയാണ് നമ്മുടെ പെങ്ങന്മാർ, എങ്ങനെയാണ് നമ്മുടെ മക്കളൊക്കെ പ്രസവിച്ചിട്ട് ആ വേദന സഹിച്ചിട്ട് 2-3 മാസം കിടക്കുന്നത്? ഒരു വേദനയില്ലാതെ
ബാത്റൂമിൽ വെച്ച് പ്രസവിച്ച് കുട്ടി വലിച്ചെറിഞ്ഞു പോവാണ്. ഇതെങ്ങനെ നമ്മുടെ പെണ്ണുങ്ങളോ ഒന്ന് പ്രസവിച്ചാൽ പിന്നെ 2-3 മാസം കിടത്തം തന്നെ. ഗൾഫിലൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, ഇന്നലെ പ്രസവിച്ച ആൾ പിറ്റേ ദിവസം ഡ്രൈവ് ചെയ്തുകൊണ്ട് വരാറുണ്ടെന്ന്. നമ്മുടെ പെണ്ണുങ്ങൾക്ക് അതിനുള്ള ആഫിയത്തുമില്ല, അതിനുള്ള ആരോഗ്യമില്ല, പൈസ കൂടി സമ്പത്ത് കൂടി, അപ്പൊ പിന്നെ ഹോസ്പിറ്റലില്ലാത്ത ഒരു കാര്യമില്ല. പ്രസവം ഒരു രോഗമായി മാറ്റിയിരിക്കുകയാണ്. ഏതായാലും ഇങ്ങനെയുള്ളൊരു ലോകത്തെ ഉമ്മമാർക്ക് വിഷമമുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലേ. നൊന്തുപെറ്റ 2 മക്കളെയും സ്വന്തം ഭാര്യയെയും ഏതെങ്കിലും കാണുന്ന കായലിലേക്ക് വലിച്ചെറിഞ്ഞ് കാമുകിയുടെ കൂടെ ജീവിക്കാൻ, അവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാർ, ആഗ്രഹിക്കുന്ന ഉപ്പമാരുള്ള കാലത്ത് അവർക്ക് വിഷമം വരുമോ എന്ന് എനിക്കറിയില്ല. സ്വന്തം മകളുടെ നഗ്ന ദൃശ്യങ്ങൾക്ക് വേണ്ടി ഫേക്ക് ഐഡിയിലൂടെ ഫേസ്ബുക്ക് ഐഡികൾ ഉണ്ടാക്കി എന്നിട്ട് കാമുകനായി അഭിനയിച്ച് സ്വന്തം മകളുടെ നഗ്ന ദൃശ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ഉപ്പമാർക്ക് വിഷമമുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. കാലം അങ്ങനെയാണ്, കാലം കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എന്തൊക്കെയോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഉപ്പയ്ക്ക് മക്കളോടുള്ള ബാധ്യത മറന്നുപോയി, ഉമ്മമാർക്ക് മക്കളോടുള്ള ബാധ്യത മറന്നുപോയി. ഇനി ഒരു കാലം വന്നാൽ ഇതൊന്നും ഒരു വിഷയമേ അല്ല, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന രീതിയിൽ എത്തിക്കാൻ വേണ്ടി സിനിമക്കാര് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാലമല്ലേ. സിനിമക്കാരും സീരിയലുകാരും എല്ലാ സെലിബ്രിറ്റികളും ഇതൊന്നും പ്രശ്നമല്ല. പ്രണയമാണോ അതാണ് വലുത്, സ്നേഹമാണോ അതാണ് വലുത്. മതത്തിന്റെ വേലിക്കെട്ടുകൾ, മതത്തിന്റെ മതിൽക്കെട്ടുകളെ വലിച്ചെറിഞ്ഞ്, ഉപ്പ ഉമ്മ ഇവരെയൊക്കെ വലിച്ചെറിഞ്ഞ് താൻ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ പോകലാണ് ധീരത എന്ന് പറയുന്ന കാലമല്ലേ ഇത്. സ്വന്തം ഭർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞ്, സ്വന്തം പ്രായപൂർത്തിയെത്തിയ മകളെ പോലും വേണ്ട എന്ന് പറഞ്ഞ ഒരു സിനിമാ നടിക്ക് മാതൃകാ വനിതയായിട്ടുള്ള അവാർഡ് നൽകിയ ലോകമല്ലേ നമ്മുടെ കേരളം അല്ലേ. ഈ കേരളത്തിൽ മാതൃക വനിതയാരാൻ? സ്വന്തം ഭർത്താവിനെ ഡിവേഴ്സ് ചെയ്ത് ഭർത്താവിനെ വിവാഹ മോചനം നടത്തി, എന്നിട്ടോ സ്വന്തം മകളെ വരെ വലിച്ചെറിഞ്ഞ് എനിക്ക് ഭർത്താവ് വേണ്ട എന്ന് പറയുന്ന ഒരു സിനിമാ നടിക്ക് മാതൃകായോഗ്യയായ വനിത എന്ന് പറഞ്ഞ് അവാർഡ് നൽകിയാൽ ഇവളെയല്ലേ നമ്മുടെ മക്കൾ കണ്ടുപിടിക്കുന്നത്? ഇവളെയല്ലേ നമ്മുടെ മക്കൾ പിന്തുടരുന്നത്? ആരാണ് മാതൃകായോഗ്യയായ വനിത? മഞ്ജു വാര്യരാണോ? നമ്മുടെ മാതൃകായോഗ്യയായ പെണ്ണാരാൻ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ആയിഷ ബിൻത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹാ. അവരെ മാതൃകയാക്കണം പൊന്നു സഹോദരിമാരെ. അല്ലാതെ ഈ കാണുന്ന സമ്മാനങ്ങളും ഈ കാണുന്ന അവാർഡും കൊടുക്കുന്ന ഏതോ തോന്നിവാസികളായ ആളുകളെ മാതൃകയാക്കുമ്പോഴാ ഈ കാണുന്ന ഒളിച്ചോട്ടങ്ങളൊക്കെ നടക്കുന്നത്. ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇതൊക്കെ പ്രശ്നമല്ല എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, തുഅറളുൽ ഫിതനു അലൽ ഖുലൂബി കൽ ഹസീരി ഊദൻ ഊദാ. ഒരു കാലഘട്ടത്തിൽ ഫിത്നകൾ വരാനുണ്ട്, ഫിത്നകൾ വരാനുണ്ട്. ഫിത്നകൾ മാത്രമാണ് അവിടെ കാണുന്നത്, ഫിത്നകൾ മാത്രമാണ് അവിടെ അഭിനയിക്കുന്നത്, അനുഭവിക്കുന്നത്. ഓൺലി ഫിത്നകൾ, എവിടെ നോക്കിയാലും ഫിത്ന. തുഅറളുൽ ഫിത്നതു അലൽ ഖുലൂബി കൽ ഹസീരി ഊദൻ ഊദാ. നമ്മുടെ വീട്ടിലുള്ള പായകളുടെ സ്ട്രോകൾ ഒന്നിന് പിറകെ ഒന്നായി അട്ടിയട്ടിയായി തുന്നിച്ചേർത്തതുപോലെ ഒരു ഫിത്ന കഴിഞ്ഞാൽ മറ്റൊരു ഫിത്ന. നമ്മൾ കരുതും ഈ ഒരു കോഴിക്കോട്ടെ സംഭവം കഴിഞ്ഞാൽ പിന്നെ ആളുകളൊക്കെ പാഠം പഠിച്ചു, അപ്പോഴേക്കും കണ്ണൂർ വേറൊരു സംഭവം വരും, അത് കഴിയുമ്പോഴേക്കും കാസർഗോഡ് മറ്റൊന്ന്. അങ്ങനെ ഫിത്നകൾ ഒന്നിന് പിറകെ ഒന്നായി നടക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. നമ്മൾ ഇതിനു മുമ്പ് 2-3 സംഭവങ്ങൾ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ ബോധം വന്നിട്ടുണ്ടാകും. പയ്യന്നൂറിനടുത്ത് ഒരു പാതിരിയുടെ കൂടെ ഒരു പെണ്ണ്, മുബശ്ശിറ എന്നൊരു പെണ്ണൊളിച്ചോടി. അതിനാരാണ് അതിന് ഒത്താശ ചെയ്തതാരാണ്? ഉപ്പ ഗൾഫിലാണ്. സ്വന്തം വീട്ടിലേക്ക് ഈ പാതിരിയായ ഈ കാമുകൻ ഉമ്മ ഭക്ഷണം വെച്ച് കൊടുത്തിട്ടുണ്ട്. നോക്കണം, നമ്മൾ കൂടെ പഠിക്കുന്ന സഹപാഠിയാണ്. ഈ കാമുകന് സ്വന്തം വീട്ടിൽ ഉമ്മ ഭക്ഷണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉമ്മയുടെ ഭക്ഷണം കഴിച്ച് കല്യാണത്തിന്റെ തലേന്ന് വസ്ത്രം വാങ്ങാനെന്ന് പോയി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇപ്പൊ എൻ്റെ ഒരു ചങ്ങാതി കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയതാ, പിന്നെ പെണ്ണിനെ കാണാനില്ല. ഇത് കണ്ടപ്പോ നമ്മൾ വിചാരിച്ചു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. തുഅറളുൽ ഫിത്നു അലൽ ഖുലൂബി കൽ ഹസീരി ഊദൻ ഊദാ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
ഫിത്നകൾ ഒന്നിന് പിറകെ ഒന്നായി കടന്നു വരുന്ന ഒരു കാലമുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് ഇതോടുകൂടി ഫിത്നകൾ കഴിഞ്ഞു എന്ന്. എന്നാൽ കഴിഞ്ഞിട്ടില്ല, ഇനിയും വരാനുണ്ട്. ഞാൻ പറയുന്ന വിഷയമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ചിട്ട് രക്ഷിതാക്കൾ കേൾക്കണം, ഉമ്മമാര് കേൾക്കണം. നമ്മൾ ഇത് നടക്കുന്നതോടുകൂടി നമ്മളൊക്കെ ചിന്തിച്ചു ഇനി ഒരു പ്രാവശ്യം ഇത് ആവർത്തിക്കില്ലെന്ന്. പിന്നെയും പിന്നെയും ആവർത്തിക്കുകയാണ്. ഒരേ ഒരു മാളത്തിൽ നിന്ന് 2 പ്രാവശ്യം കടിക്കപ്പെടൂല എന്ന് മുഅ്മിനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ മുഅ്മിനാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണിത്. ഇതൊന്നും എൻ്റെ കുടുംബത്തിൽ ഉണ്ടാവൂല, ഇതൊന്നും എൻ്റെ മക്കൾ ചെയ്യൂല. എൻ്റെ മക്കൾ എന്തൊരു സൂഫിയാൻ, വീട്ടിൽ നിന്ന് പർദ്ദ ധരിച്ച് കയ്യുറക്കെട്ട് മുഖമൊക്കെ മറച്ചു പോവാൻ. പൊന്നുമ്മ, പൊന്നു സഹോദരി, പൊന്നുപ്പ, ഈ വീട്ടിൽ നിന്ന് പോകുന്ന പർദ്ദകളൊക്കെ സ്കൂളിൽ എത്തുന്നതിന് മുമ്പേ വലിച്ചെറിയപ്പെടുന്നുണ്ട്. ട്രെയിനിൽ കയറുന്നതിന് മുമ്പേ അതൊക്കെ മടക്കി അവരുടെ ബാഗിൽ കയറ്റിവെക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഈ വാർത്തകൾ പറയാൻ പാടില്ല. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ബോധവൽക്കരണത്തിന് വേണ്ടിയാണ്. ഇന്നടക്കം SSLC എക്സാം കഴിഞ്ഞ് ഒരു പെൺകുട്ടി നേരെ പോയത് കാമുകന്റെ കൂടെയാണ്. ബാഗിൽ ഒരു വസ്ത്രം തിരികെ കയറ്റി ഒരു മിസ്ഡ് കോളിലൂടെ പരിചയപ്പെട്ടതാണ്. സ്വന്തം ഉമ്മയുടെ നമ്പറിലേക്ക് വന്ന ഒരു മിസ്ഡ് കോൾ, ഉമ്മയുടെ മൊബൈൽ ഫോണിലേക്ക് വന്നത്. അങ്ങനെ പരിചയപ്പെട്ടു. അവസാന SSLC എക്സാമിന് പോകുമ്പോ ഒരു ജോഡി വസ്ത്രം ബാഗിൽ തിരികെ കയറ്റി. എക്സാം കഴിഞ്ഞു, ബൈക്കിൽ വരാൻ പറഞ്ഞു, കൂടെ പോയി. ഇതൊക്കെ നടക്കാൻ അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. വേദന തോന്നാൻ എന്നാണ് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ കുടുംബത്തിലൊക്കെ സംഭവിച്ചാൽ നമ്മൾക്ക് താങ്ങാൻ പറ്റുമോ? അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഇങ്ങനെ ഒരു അപകടം നമ്മുടെ കുടുംബത്തിലോ മുസ്ലിം ഉമ്മത്തിലോ ഇല്ലാതെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. എല്ലാവർക്കും വിഷമമുള്ള വാർത്തയാണിത്. പോകുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു ചിന്തയില്ല, ഇതിനെക്കുറിച്ചൊരു വിഷമമില്ല. ഞാൻ കണ്ണൂർ ഭാഗത്താണെന്ന് തോന്നുന്നു, വഹലിന് പോയപ്പോൾ അവിടെ നിന്നൊരു സഹോദരൻ പറഞ്ഞ വല്ലാത്തൊരു വിഷമിക്കുന്നൊരു വാർത്ത. കല്യാണം കഴിഞ്ഞു, എവിടെ നിന്നൊക്കെയോ നാട്ടുകാരുടെ മുമ്പിൽ ബെഗ് ചെയ്ത് യാചിച്ച് 30 പവൻ സ്വരൂപിച്ച് ഉപ്പ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്ത് 2 വർഷമായി ഈ പെൺകുട്ടി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ 30 പവൻ സ്വർണവുമായി ഏതോ ഒരു കഞ്ചാവടിക്കുന്ന കഞ്ചാവുകാരന്റെ കൂടെ ഒളിച്ചോടിയുന്ന. എത്ര വിഷമമായിരിക്കും ഇതൊക്കെ. ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിച്ച് കല്യാണം നടത്തി കുടുംബക്കാരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു ഉമ്മയുടെ കണ്ണുനീര് നിലത്തേക്ക് വീണാൽ പൊന്നു സഹോദരി, അല്ലാഹു മാപ്പ് തരില്ല, പടച്ചറബ് മാപ്പ് തരില്ല. അജ്ജലലഹുൽ ഉഖൂബ ഫിദ്ദുനിയ വൽ ആഖിറ. ഉമ്മയെ വേദനിപ്പിക്കുന്ന ആളുകൾ, ഉപ്പമാരെ വേദനിപ്പിക്കുന്ന ആളുകൾ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകൾ, അല്ലാഹു അവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ ശിക്ഷകൾ നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കൂട്ടം ആളുകൾക്കാണ് അല്ലാഹു തആല സ്വർഗ്ഗലോകത്തിന്റെ കവാടങ്ങൾ ക്ലോസ് ചെയ്തു വെച്ചത്. ഇവിടേക്ക് വരാൻ പാടില്ല. ഹറാമുൻ അലൈഹിന്നൽ ജന്ന. ഈ 3 കൂട്ടം ആളുകൾക്കും സ്വർഗ്ഗം ഹറാമാ, സ്വർഗ്ഗം നിഷിദ്ധമാണ്. ആരാണവർ? മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ഉപ്പമാരെ, ഉമ്മമാരെ വെറുപ്പിക്കുന്ന മക്കളെ, ഉമ്മമാരെ ഉപ്പമാരെ വേദനിപ്പിക്കുന്ന ചെറുപ്പക്കാരി, സ്വർഗം നീ സ്വപ്നം കാണാൻ പാടില്ല. സ്വർഗത്തിലേക്ക് പോകാമെന്ന പൂതി തന്നെ നിനക്കുണ്ടാവാനേ പാടില്ല. ഉമ്മയുടെ തൃപ്തിയില്ലാതെ, ഉപ്പയുടെ തൃപ്തിയില്ലാതെ എങ്ങനെയാണ് അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നത്? അല്ലാഹുവിന്റെ തൃപ്തിയുണ്ടോ എന്നറിയണമെങ്കിൽ മാതാപിതാക്കൾക്ക് തൃപ്തിയുണ്ടോ എന്ന് അന്വേഷിക്കാം. അല്ലാഹുവിന് ഞങ്ങളെ ഇഷ്ടമാണോ, അല്ലാഹുവിന് ഞങ്ങളോട് തൃപ്തിയാണോ എന്നറിയണമെങ്കിൽ എന്റെ ഉമ്മാക്ക്, എന്റെ ഉപ്പാക്ക് എന്നോട് ഇഷ്ടമാണോ എന്ന് അന്വേഷിക്കുക. അല്ലാഹുവിന്റെ ദേഷ്യം ഞങ്ങളിലേക്കുണ്ടോ എന്നറിയണമെങ്കിൽ മാതാപിതാക്കൾക്ക് ദേഷ്യമുണ്ടോ? അല്ലാഹുവിന് ദേഷ്യമാണ്. മാതാപിതാക്കളെ കണ്ണീരൊഴിപ്പിച്ച ചെറുപ്പക്കാരി, അല്ലാഹുവിന് നിങ്ങളോട് ദേഷ്യമാണ്. അതുകൊണ്ട് മാതാപിതാക്കളുടെ മുമ്പിൽ പോയി ഉമ്മ എന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റുകളൊന്ന് പുറത്തു തരണേ, ഇനി ഞാൻ ചെയ്യില്ല, ഇനി ഉമ്മയെ വെറുപ്പിക്കാൻ ഞാനില്ല, ഇനി ഉപ്പയെ വെറുപ്പിക്കാൻ ഞാനില്ല. അതുകൊണ്ട് ഉപ്പ, ഉമ്മ എനിക്ക് പുറത്തു തരണേ. മല്ലം യുവക്കിർ കബീറന. മുതിർന്ന ആളുകളെ, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവൻ എന്നിൽപ്പെട്ടവനെയല്ല. വയർഹം സഗീറന. ഞങ്ങളുടെ ചെറിയ മക്കളോട് കാരുണ്യം കാണിക്കാത്തവനും എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പ്രത്യേകം സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, തുഅറലുൽ ഫിതനു അലൽ ഖുലൂബി കൽ ഹസീരി ഊദൻ ഊദാ ഫമൻ ഉശ്രിബഹാ. ഈ തോന്നിവാസങ്ങളൊക്കെ നടക്കട്ടെ, പ്രശ്നമല്ല. അനാചാരങ്ങൾ നടക്കട്ടെ, പ്രശ്നമല്ല എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഫമൻ ഉശ്രിബഹാ നുക്തത് ഫീ ഖൽബിഹി നുക്തതുൻ സൗദാ. മ്യൂസിക്കുകളും സിനിമകളും സീരിയലുകളും പ്രണയങ്ങളും പ്രേമങ്ങളും, നിസ്കാരമില്ലാത്ത ചെറുപ്പക്കാർ, ഗെയിമും കളിച്ച് കുത്തിയിരിക്കുന്ന ചെറുപ്പക്കാർ, നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നതല്ല ഇവിടെ പ്രശ്നം. നിങ്ങൾ കളിക്കുന്നുണ്ടോ ഇല്ലേ എന്നതൊന്നുമല്ല ഇവിടെ പ്രശ്നം. സമയം വിലപ്പെട്ടതാണ്. ഈ സമയത്തെക്കുറിച്ച് അള്ളാഹു ചോദിക്കും. മൊബൈൽ ഫോൺ വാങ്ങുക, ഗെയിമും കളിച്ച് കുത്തിരിക്കുക. ഒരു പേജ് ഖുർആൻ ഓതിയോ ഇല്ല. എവിടെ എന്ത് ഖുർആൻ? പരിശുദ്ധ റമളാനിൽ വരെ ഖത്തം പൂർത്തിയാക്കിയിട്ടില്ല. ഇവനിങ്ങനെ ഷൂട്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്ത് ക്രിമിനൽ സ്വഭാവം കൊണ്ടുവരെ നമ്മുടെ ചെറുപ്പക്കാർ. ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന ചില ആളുകളും. വിഷമിക്കുന്ന വാർത്തയല്ലേ ഇതൊക്കെ. അള്ളാഹു ചോദിക്കൂല സമയത്തെക്കുറിച്ച്. ലാ തസൂലു ഖദമ ഇബ്നി ആദം. ഓ ചെറുപ്പക്കാരാ, കൈകാലുകൾ അനക്കാൻ നിനക്ക് പറ്റേയില്ല. നിന്റെ കൈകാലുകളെ അള്ളാഹു നിശ്ചയിച്ച ബൗണ്ടറിയിൽ നിന്ന് ഒന്ന് മാറ്റുവാനോ ഒന്നനക്കുവാനോ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാനോ നിനക്ക് സാധിക്കുകയില്ല. ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു ചോദിക്കാതെ മോനെ 15 വയസ്സ് മുതൽ മരണം വരെയുള്ള നിന്റെ ഓരോ സമയത്തെക്കുറിച്ചും അള്ളാഹു ചോദിക്കും. എന്താ പറയാ? ഞാൻ ഗെയിമും കളിച്ച് കുത്തിരുന്നു അല്ലേ. അത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം, പൊന്നു ചെറുപ്പക്കാരാ, 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെ നീ എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്? എന്തിനു വേണ്ടിയാണ് നീ ചെലവഴിച്ചത്? നിന്റെ മൊബൈൽ ഫോണുകളിൽ വെറുതെ സമയം കൊല്ലാൻ വേണ്ടി സോഷ്യൽ മീഡിയകളും ഗെയിമുകളും ഉപയോഗിച്ചു എന്ന് പറയാൻ പറ്റോ? തക്കമായ മറുപടിയില്ലാതെ, സ്പഷ്ടമായ മറുപടിയില്ലാതെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സ്വർഗം നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത്? അതുകൊണ്ട് സമയം വെറുതെ കളയല്ല, കളിച്ച് ചിരിച്ച് കളയാനുള്ളതല്ല. നബിയെ, ജീവിതം തന്നെ കളിച്ചിരിയാക്കി മാറ്റിയ ആളുകൾ, അവരെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. വേൾഡ് കപ്പ് നടക്കാണല്ലേ 2020. അതിനുവേണ്ടിയൊക്കെ വഅദിന് വരാതെ കളിയും കണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാകും. കളിക്ക് വേണ്ടി, ഗെയിമിന് വേണ്ടി, എൻജോയ്മെന്റിന് വേണ്ടി ജീവിതം തള്ളി നീക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. അവർക്ക് ശക്തമായ വേദനാജനകമായ ശിക്ഷ നൽകാൻ ഞാൻ തയ്യാറാണ് നബിയെ. അവരെ ഉപദേശിച്ചാൽ അവർ നന്നാവാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ പെടരുത് പൊന്നു ചെറുപ്പക്കാരാ. ഏതോ ജൂതന്മാരും ഏതോ ആളുകളൊക്കെ എന്തൊക്കെയോ തോന്നിവാസങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അതിന്റെ അഡിക്റ്റ് ആവരുത്. ഈ മൊബൈൽ അഡിക്ഷനൊക്കെ മയക്കുമരുന്നിനേക്കാളും പ്രശ്നമാണ്, കഞ്ചാവിനേക്കാളും പ്രശ്നമാണ് ഈ മൊബൈൽ ഫോണിന്റെ അഡിക്റ്റായി മാറുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ സപ്ലൈ ചെയ്യാൻ ആളില്ല. എൻ്റെ കൂട്ടമായിരുന്നിട്ട് ഷൂട്ട് ചെയ്യാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യാൻ. എൻ്റെ അനുഭവമുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ വിളിച്ചു ഒരു കല്യാണ വീട്ടിൽ പോവാൻ വേണ്ടി. വാല് കഴിഞ്ഞിട്ടൊന്ന് പോവണം. വിളിച്ചപ്പോൾ ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ, കാരണം പിറ്റേ ദിവസം സമയമില്ല. രാത്രി വാല് കഴിഞ്ഞിട്ടൊന്ന് കയറിയിട്ട് പോവാമെന്നുള്ള താല്പര്യത്തോടെ പോയതാണ്. ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഞാൻ വീട്ടിലെത്തുമ്പോൾ ഇവിടെ ചെറുപ്പക്കാരൊക്കെയുണ്ട്. ചെറുപ്പക്കാരാണ്, 10-15 ചെറുപ്പക്കാരാണ്. എല്ലാവരും കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ മൊബൈൽ നോക്കുന്നുണ്ട്. എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, എന്തേ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്? അപ്പോഴാണ് അവിടെയുള്ളൊരു ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഉസ്താദേ, എങ്ങനെയാണ് ഫോൺ അറ്റൻഡ് ചെയ്യുക? ഈ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ഫോൺ അറ്റൻഡ് ചെയ്താൽ ഗെയിം സ്റ്റക്കായി പോവാൻ, ഗെയിം സ്റ്റക്കാവാൻ. അതുകൊണ്ട് ഇവർ ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇവർക്ക് ഗെയിമിൽ ഇങ്ങനെ വ്യാപൃതരായി ലയിച്ചിരിക്കുകയാണ്. ഇതൊക്കെ രസമായി, ഇതൊക്കെ സുഖമായി ഒരാൾക്ക് തോന്നിയാൽ
നുക്തതു ഫീ ഖൽബിഹി നുക്തതുൻ സൗദാ. അല്ലാഹു തആല കറുത്ത പുള്ളികൾ അവന്റെ ശരീരത്തിൽ ഇട്ടു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. വമൻ അൻകറഹാ. ഇതൊക്കെ നടക്കുമ്പോൾ എന്തിനാണ് എന്റെ ചെറുപ്പക്കാരും ചങ്ങാതിമാരും ഈ വേണ്ടാത്ത കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നത്? ഇതൊക്കെ നിർത്തിക്കൂടെ എന്നൊരാൾക്ക് ചിന്ത വന്നാൽ, എന്ന ബോധം ഒരാൾക്ക് വന്നാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, നുക്തതു ഫീ ഖൽബിഹി നുക്തതുൻ ബൈളാ. അല്ലാഹു അവർക്ക് വെളുത്ത പുള്ളിയിട്ട് കൊടുക്കും ശരീരത്തിൽ. ഇനി ഹൃദയം കറുത്താലോ, ഹൃദയം കറുത്തു പോയാലോ, ലാ യഅരിഫു മഅറൂഫ വലാ യുൻകിറു മുൻകറാ. പിന്നെ അവന് നന്മ എന്ത് എന്നറിയൂല, പിന്നെ അവന് തിന്മ എന്ത് എന്നറിയൂല. ഇവിടെ ആഭാസങ്ങൾ നടക്കട്ടെ, ഇവിടെ തോന്നിവാസങ്ങൾ നടക്കട്ടെ, ഇതൊക്കെ രസമാണല്ലോ. ഇതൊക്കെയല്ലാതെ പിന്നെ എന്താണ് ജീവിതം? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഇഫ് യു എൻജോയ് ഇറ്റ്, അല്ലേ? ഇതാണ് നമ്മുടെ മോട്ടോ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഇഫ് യു എൻജോയ് ഇറ്റ്. ജീവിതം സുഖമാണ്, അത് നീ ആസ്വദിച്ച് തീർക്കുക. ഇതാണ് നമ്മുടെ ചെറുപ്പക്കാരുടെ മോട്ടോ, ഇതാണ് മുദ്രാവാക്യം. പൊന്നു ചെറുപ്പക്കാരാ, ഇതൊന്നല്ല നമ്മുടെ മോട്ടോ. നമ്മൾ ആഖിറത്തിൽ ജീവിക്കേണ്ട ആളുകളാണ്, അവിടെ രക്ഷപ്പെടേണ്ട ആളുകളാണ്. വൽ ആഖിറതു ഖൈറു വഅബ്ഖാ. ദുനിയാവല്ല ഉത്തമം നബിയേ, ആഖിറമാണ് ഉത്തമം, അവിടെയാണ് രക്ഷപ്പെടേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നമ്മളവിടെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളവിടെ രക്ഷപ്പെടുത്തട്ടെ. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ശിഷ്യന്മാര് കടന്നു വന്നുകൊണ്ടൊരു കാര്യം പറയുന്നുണ്ട്. ദിജ്ലയുടെ തീരത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉസ്താദും ശിഷ്യന്മാരും. അപ്പോഴാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ പാട്ടുപാടി ബാൻഡ് മുട്ടി മ്യൂസിക്കുകൾ കൊണ്ട് അടിച്ചു പൊളിച്ച് അർമാദിച്ച് ഒരു ബോട്ടിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, വെള്ളത്തിലൂടെ. ശിഷ്യന്മാർ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, ഈ ചെറുപ്പക്കാരാണ് നാട്ടിലെ കുഴപ്പക്കാർ, ഇവരാണ് നാട്ടിൽ ഫിത്നയുണ്ടാക്കുന്നത്, ഇവിടെയാണ് നാട്ടിൽ ഒരു പണിയുമില്ലാത്ത ചെറുപ്പക്കാരാണല്ലോ നാട്ടുകാർക്കും വീട്ടുകാർക്കും പണി കൊടുക്കുന്നത്, ഇവരങ്ങനെയുള്ള ആളുകളാണ്. അലൈഹിം, അവർക്കെതിരെ വന്ന് ദുആ ചെയ്യണമെന്ന് മഅറൂഫുൽ ഖർഖിയോട് ശിഷ്യന്മാര് പറഞ്ഞപ്പോ ഉസ്താദ് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഫദ്ദിഹും ഫിൽ ആഖിറ. അല്ലാഹുവേ, ഈ കാണുന്ന ചെറുപ്പക്കാർക്ക് ആഖിറത്തിൽ നീ സന്തോഷം നൽകണേ. ശിഷ്യന്മാര് വിചാരിച്ചത് ഈ ചെറുപ്പക്കാർക്കെതിരെ ദുആ ചെയ്യുമെന്നാണ്. അടിപ്പാടി നടക്കുന്ന, രസിച്ചു നടക്കുന്ന മ്യൂസിക്കും പാട്ടും കൊണ്ട് അടിച്ചു പൊളിച്ചു നടക്കുന്ന ഈ തോന്നിവാസികളായ താന്തോന്നികളായ ഈ ചെറുപ്പക്കാർക്കെതിരെ ഉസ്താദ് ദുആ ചെയ്യുമെന്നും എന്തോ ഒരു ഡിത്തി വന്നുകൊണ്ട് ഇവർ നശിച്ചു പോകുമെന്നും കരുതി. പക്ഷേ ഉസ്താദ് ദുആ ചെയ്തത് അങ്ങനെയല്ല. ഉസ്താദ് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഫദ്ദിഹും ഫിൽ ആഖിറ കമാ ഫറഹ്തഹും ഫിദ് ദുനിയാ. അല്ലാഹുവേ, ദുനിയാവിൽ ഇവർക്ക് നീ സന്തോഷം നൽകിയല്ലോ, അതേപോലെ ഇവർക്ക് നീ നാളെ ആഖിറത്തിലും സന്തോഷം നൽകണേ അല്ലാഹ്. ഉസ്താദിന്റെ ദുആണ്, അതേ ദുആണ് എനിക്കിവിടെയും ദുആ ചെയ്യാനുള്ളത്. അല്ലാഹുവേ, നമ്മുടെ ചെറുപ്പക്കാർ ഇവിടെ നീ സന്തോഷം നൽകുന്നത് പോലെ നാളെ ആഖിറത്തിലും സന്തോഷിക്കാനുള്ള അവസരം നൽകണേ. ഈ ദുആ കൊണ്ട് എന്താണ് നേട്ടമുള്ളത്? ആഖിറത്തിൽ സന്തോഷിക്കണമെങ്കിൽ ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നിർത്തിയേ പറ്റൂ. ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നിർത്തിയാലേ ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെ ആഖിറത്തിൽ സന്തോഷവതികളായി സന്തോഷിക്കുന്ന ആളുകളായി അല്ലാഹു മാറ്റുമാറാവട്ടെ. ലാ യജ്മഉ അംനൈനി വഖൗഫൈനി എന്നാണ്. രണ്ട് പേടിയും ഒരാൾക്കുണ്ടാവൂല, രണ്ട് പേടിയില്ലായ്മയും ഉണ്ടാവൂല. ഒരാൾക്ക് രണ്ട് പേടി, അത് ഇമ്പോസിബിൾ, അസാധ്യമാണ്. എന്നാൽ രണ്ട് പേടിയില്ലായ്മ അതും അസാധ്യമാണ്. എവിടെ? ദുനിയാവിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക ഒരാൾ. ദുനിയാവിൽ അള്ളാഹുവിനെ പേടിച്ച് ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് തിന്മകൾ ചെയ്യാതെ ഹറാം ചെയ്യാതെ ഒരാൾ അള്ളാഹുവിനെ പേടിച്ച് ദുനിയാവിൽ ജീവിച്ചാൽ അയാൾക്ക് നാളെ ആഖിറത്തിൽ അള്ളാഹുവിനെ പേടിക്കേണ്ടി വരില്ല. മനസ്സിലായോ? ഇവിടെ പേടിച്ചാൽ അവിടെ പേടിക്കേണ്ട. ഏതാണ് സെലക്ട് ചെയ്യുന്നത്? യുവർ ചോയ്സ്, നിന്റെ തീരുമാനമാണ്, നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. ഇവിടെ പേടിച്ചാൽ അവിടെ പേടിക്കേണ്ട, ഇവിടെ പേടിച്ചില്ലെങ്കിലോ അവിടെ പേടിക്കേണ്ടി വരും.
എന്നാൽ ഇവിടെയും പേടി അവിടെയും പേടി, അത് നടക്കൂല. ഇവിടെയും പേടിയില്ല അവിടെയും പേടിയില്ല, അതും നടക്കൂല. മനസ്സിലാകുന്നുണ്ടോ? രണ്ടാലൊരു പേടി, രണ്ട് പേടി ഒരാൾക്കുണ്ടാവൂല. ഇവിടെ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ ആ മനുഷ്യൻ നാളെ ആഖിറത്തിൽ പേടിക്കേണ്ടി വരികയേ ഇല്ല, അവന് സന്തോഷമായിരിക്കുമെന്ന് റസൂലുള്ളാഹ്. എന്നാൽ അതേപോലെ ദുനിയാവിൽ അള്ളാഹുവിനെ പേടിക്കാത്ത ജീവിച്ച ആളുകൾ അവിടെയും പേടിയില്ല എന്നൊരവസ്ഥയും ഉണ്ടാവൂല. ഇവിടെ പേടിച്ചില്ലെങ്കിൽ അവിടെ അള്ളാഹുവിനെ പേടിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെയാണോ പേടിക്കേണ്ടത്, അവിടെയാണോ പേടിക്കേണ്ടത്, ഇവിടെയാണോ രക്ഷപ്പെടേണ്ടത്, അവിടെയാണോ രക്ഷപ്പെടേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഇവിടെ പേടിച്ചാൽ അവിടെ രക്ഷപ്പെടാം, ഇവിടെ പേടിച്ചില്ലെങ്കിൽ അവിടെ കഷ്ടമാണ്. പൊന്നു സഹോദര, പൊന്നു ചെറുപ്പക്കാരി, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഫഇല്ലം തകുൻ തറാ, നിനക്ക് അല്ലാഹുവിനെ കണ്ടില്ലെങ്കിലും ഫഇന്നഹു യറാക്, അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഈ തോന്നിവാസങ്ങളൊക്കെ നടക്കുമ്പോ ഇതൊന്നും പ്രശ്നമല്ല എന്നൊരാൾക്ക് തോന്നിയാൽ പിന്നെ അയാൾക്ക് വാല് കൊണ്ടൊരു നേട്ടവും ഉണ്ടാവൂല. പിന്നെ എത്ര സൈക്കാട്രിസ്റ്റ് പോയി കൗൺസിലിംഗ് നടത്തിയാലും അവർക്ക് മാറ്റമേ വരൂല. കാരണം ഹൃദയം അല്ലാഹു കറുപ്പിച്ചിരിക്കുകയാണ്. ലാ യഅരിഫു മഅറൂഫ, നന്മ എന്ത് എന്നറിയൂല. അവർക്ക് ഉമ്മയെ തിരിച്ചറിയൂല, അവർക്ക് ഉപ്പയെ തിരിച്ചറിയൂല, അവർക്ക് കുടുംബങ്ങളെ തിരിച്ചറിയൂല. ഭീമമായ തുകകൾ കൊണ്ട് വലിയ ആളുകളുടെ മുമ്പിൽ ചെന്ന് ബെഗ് ചെയ്ത് യാചിച്ചുകൊണ്ട് സ്വർണത്തിന്റെ മാലകൾ സ്വരൂപിച്ചതോ കല്യാണം മണ്ഡപങ്ങളിൽ ബിരിയാണി വെച്ചതോ ഇവർക്ക് അറിയുകയേ ഇല്ല. അതിന്റെ പ്രയാസങ്ങൾ ഇവര് തിരിച്ചറിയേ ഇല്ല. ഇത് പുണ്യ റസൂലുള്ളാഹ്, ഇത് ഹബീബിന്റെ വാക്കാണ്, ഇതെന്റെ വാക്കല്ല. ലാ യഅരിഫു മഅറൂഫാ വലാ യുൻകിറു മുൻകറാ ഖാല റസൂലുള്ളാഹ്. ചെറിയൊരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ മഹാനായ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്നൊരു സ്വഹാബി തൗബ ചെയ്തത് വല്ലാത്ത തൗബയാണത്, വല്ലാത്ത തൗബയാണ്. ചെറിയൊരു തെറ്ററിയാതെ വന്നു പോയതാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ അങ്ങനെയാണ്, അവർ തെറ്റ് ചെയ്യും. മഅസൂമിങ്ങളല്ലല്ലോ, അല്ലെ? സ്വഹാബാക്കൾ മഅസൂമിങ്ങളല്ല, അവർ തെറ്റ് ചെയ്യും. പക്ഷേ തെറ്റ് ചെയ്താലോ ഉടനെ തന്നെ തൗബ ചെയ്ത് മടങ്ങാൻ, പിന്നെ തർക്കിക്കുന്നില്ല. ചെയ്തത് തെറ്റിനെ ന്യായീകരിക്കാൻ പിന്നെ അവർ തയ്യാറാവൂല. നമ്മുടെ പ്രശ്നം എന്താ? തെറ്റ് ചെയ്യും എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി കിടന്നു ഉരുളേണ്ടി വരും. ആ ഒരു ഉരുളി രക്ഷപ്പെടാൻ ആയിരക്കണക്കിന് കളവുകൾ വീണ്ടും പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്താൽ ഞാനതിനെ ന്യായീകരിക്കാൻ പാടില്ലല്ലോ. തെറ്റ് വന്നുപോയി, തൗബ ചെയ്യണം എന്നല്ലാതെ ഞാൻ ആ തെറ്റിനെ ന്യായീകരിച്ചാൽ ഇത് കാണുന്ന ആളുകളും പഠിക്കൂലേ? ഞാൻ പറയാണ്, എല്ലാ ആളുകളോടും പറയാൻ, നമ്മുടെ പൊതുവെയുള്ള സ്വഭാവമാണിത്. ഒരു തെറ്റ് ചെയ്ത് ആളുകൾ അത് സൂചിപ്പിക്കുമ്പോൾ അതിനെ അങ്ങോട്ട് ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന ഒരു സ്വഭാവം പൊതുവെ കാണപ്പെടാറുണ്ട്. പിന്നെ ഉരുളാണ്, അല്ലെ? വീണെടുത്തു നിന്ന് ഉരുളുകയാണ്. ആ ഒരു ഉരുളാൻ വേണ്ടി പിന്നെ ആയിരക്കണക്കിന് കളവുകൾ. ഇതൊക്കെ മനസ്സിൽ അഹങ്കാരം ഉള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് തിരിച്ചറിയാൻ നമ്മൾക്ക് സാധിക്കാതെ പോകുന്നത്. അത് മനസ്സിൽ അഹങ്കാരമുള്ളത് കൊണ്ടാണ്. അഹങ്കാരമുള്ള ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല എന്നാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെയും സാഹിറന്മാരുടെയും ചരിത്രം പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, മൂസാ നബിയെ, ഫിർഔനിന്റെ അടുത്തേക്ക് ചെല്ലണം, എന്നിട്ട് അവരെ ഉപദേശിക്കണം. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, അവൻ അല്ലാഹുവിനെ പേടിക്കുകയും ദീനിലേക്ക് വരികയും ചെയ്തേക്കാം. അല്ലാഹുവിന്റെ കാരുണ്യം നോക്കണം. അന റബ്ബുകുമുൽ അഅലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്, ഞാനാണ് ഏറ്റവും വലിയ രക്ഷിതാവ് എന്ന് പറഞ്ഞിരുന്ന ഫറോവയുടെ അടുത്തേക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ പറഞ്ഞേക്കുകയാണ്. എന്നിട്ട് മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിയെ, അവരോട് ഫിർഔനിനോട് നിങ്ങൾ ഉപദേശിക്കണം, അവൻ നന്നാവാൻ സാധ്യതയുണ്ട്. ഫിർഔനിന് ഇത് ദഹിച്ചില്ല. എന്താണ് തെളിവ് എന്ന് ചോദിച്ചപ്പോഴാണ് കയ്യിലുള്ള വടിയെടുത്ത് കാണിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ മജീഷ്യന്മാർ, ഇവിടെയുള്ള സാഹിറന്മാർ ചെയ്യുന്ന വിദ്യയാണല്ലോ.
ഇതൊന്നും ഇവിടെ പയറ്റാൻ നോക്കണ്ട, എന്റെ കൂട്ടത്തിലുണ്ട് ഒരുപാട് മജീഷ്യന്മാർ, കൊണ്ടുവരൂ മജീഷ്യന്മാരെ. എന്നിട്ടാണ് എല്ലാവരും ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്നത്. മൂസാ നബി അലൈഹിസ്സലാം തന്റെ കയ്യിൽ ഒരു വടിയുണ്ട്, അവരുടെ കയ്യിലും വടിയും കയറുകളുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ സാഹിറന്മാരും മജീഷ്യന്മാരും ഒരുമിച്ച് കൂടി. ഫിർഔനുണ്ട്, ആളുകളുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം പേടിച്ചിട്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട്. وجاء السحرة فرعون قالوا إن لنا لأجرا إن كنا نحن الغالبين. ഫിർഔനെ, ഇന്ന് ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾക്ക് എന്ത് സമ്മാനമാണ് തരാൻ പോകുന്നത്? ഫിർഔനിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് സാഹിറന്മാർ, മജീഷ്യന്മാർ പറയുന്ന വാക്കുകളാണിത്. മൂസാ നബി അലൈഹിസ്സലാമിനോട് മത്സരിച്ച് ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾക്ക് എന്ത് സമ്മാനമാണ് തരാൻ പോകുന്നത്? വലിയൊരു സമ്മാനം കൊടുത്ത്, എന്താ, നിങ്ങൾ ജയിച്ചാൽ പിന്നെ ഞങ്ങളെ സ്വന്തം ആളാണ്, PA പ്രൈവറ്റ് സെക്രട്ടറിയാണ്, പിന്നെ നിങ്ങൾ ഞങ്ങളെ അടുത്ത ആളാണ്. ഫിർഔൻ പറഞ്ഞു. സന്തോഷായി. ഫിർഔൻ പറഞ്ഞു, ഖാല നഅം വഇന്നകും ലമിനൽ മുഖറബീൻ. നിങ്ങൾ ഇന്ന് വിജയിച്ചാൽ നിങ്ങൾ എന്റെ സ്വന്തക്കാരാണ്. അപ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇവർ ചോദിക്കുന്നത്, ഖാലൂ യാ മൂസാ, മൂസാ നബിയേ, ഇമ്മാ അൻ തുൽഖിയ വഇമ്മാ അൻ നകൂന നഹ്നുൽ മുൽഖീൻ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ വടിയിടുന്നു, അല്ല ഞങ്ങൾ ഇടണോ? ഈ ചോദ്യം വല്ലാത്ത പ്രസക്തമായ ചോദ്യമാണ്. ഇതൊരു അദബിന്റെ വാക്കാണ്, ഇതൊരു മര്യാദയുടെ വാക്കാണ്. ഞാൻ പറയുന്നത്, മനസ്സിൽ അഹങ്കാരമുണ്ടെങ്കിൽ സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല, കിബറുണ്ടെങ്കിൽ സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. നമ്മളിങ്ങനെ നമ്മുടെ സമ്പത്തിന്റെ മഹിമ കൊണ്ട്, തറവാടിത്തം കൊണ്ട് അഹങ്കരിച്ച് നടക്കാൻ ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ كلا سوف تعلمون ثم كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. പരിശുദ്ധമായ സൂറത്തു തകാസുർ ചോദിക്കുകയാണ്, അൽഹാകുമുത് തകാസുർ. നിങ്ങൾ പരസ്പരം താൻ പോരിമ നടിക്കലും തറവാടിന്റെ മഹിമ പറയലും തന്റെ സമ്പത്തിന്റെയും മക്കളുടെയും അതേപോലെ തന്റെ സ്ഥാനമാനങ്ങളും കൊണ്ട് പെരുമ്പറ മുഴക്കലുമൊക്കെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് നിങ്ങളെ മാറ്റിത്തിരുത്തിയിട്ടുണ്ട്, നിങ്ങളെ വഴികേടിലേക്ക് നയിച്ചിട്ടുണ്ട്. നമ്മളെ വഴി പിഴച്ചു പോകാനുള്ള കാരണം ഈ ആവശ്യമില്ലാത്ത മഹിമ പറയലാണ്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഗനമാനി ലൗ ഉർസിലാൽ ദിഇബാനി ലൗ ഉർസിലാ ഇലാ ഗനമിൻ. രണ്ട് വിശന്ന് വലഞ്ഞ രണ്ട് ചെന്നായകൾ ഏതെങ്കിലും ഒരു ആട്ടിൻ കൂട്ടത്തിലേക്ക് പറഞ്ഞയച്ചാൽ അതിനേക്കാളും വലിയ അപകടമാണ് നമ്മുടെ മുസ്ലിമീങ്ങളായ ആളുകൾ ദീനിനോട് ചെയ്തു വെക്കുന്നത്. നമ്മൾ സങ്കല്പിക്കണം, നമ്മുടെ വീട്ടിലുള്ള ആട്ടിൻ കൂട്ടങ്ങളിലേക്ക് വിശന്ന് വലയുന്ന രണ്ട് ചെന്നായികളെ പറഞ്ഞയച്ചാൽ എന്താണ് ഇവിടെ നടക്കുക? എന്താണ് അവിടെ നടക്കുക? നമ്മുടെ തൊഴുത്തിലേക്ക് പശുക്കളും ആടുകളും കിട്ടിയിരിക്കുന്ന ഒരു തൊഴുത്തിലേക്ക് ഒരു പുലിയോ ഒരു സിംഹമോ കടന്നു വന്നാൽ എന്താണ് അവിടെ നടക്കുക? കാർന്ന് തിന്നും, പരാക്രമം കാട്ടും, അവിടെയുള്ള ആട്ടിൻകുട്ടികളെ ഒക്കെ ക്രമിക്കും. അതിനേക്കാളും വലിയ വിപത്താണ് നമ്മൾക്ക് സമ്പത്തിനോടും സ്ഥാനമാനങ്ങളോടുമുള്ള അമിതമായ ആഗ്രഹം ദീനിന് ചെയ്തു വെക്കുന്നത്. അതുകൊണ്ട് സമ്പത്തും അതേപോലെ സ്ഥാനമാനത്തോടുള്ള താല്പര്യം കൊണ്ട് ദീനിനെ എന്റെ ഉമ്മത്ത് നശിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു ഉദാഹരണമാണ്. ലൗ ഉർസില ഇലാ ഗനമിൻ, ഒരു ആട്ടിൻകൂട്ടത്തിലേക്ക് പറഞ്ഞയച്ചാൽ അതുപോലും ദീനിനുണ്ടാക്കുന്ന ഈ ഒരു പ്രശ്നം ഉണ്ടാക്കൂല.
നമ്മൾ ദീനിനോട് ചെയ്യുന്നത് വലിയൊരു പ്രശ്നമാണ്, വലിയൊരു അപകടമാണ് എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സമ്പത്തിന് വേണ്ടിയിട്ടോ സ്ഥാനമാനത്തിന് വേണ്ടിയിട്ടോ ആരും മത്സരിക്കുകയോ ആരും അതിന് താല്പര്യം കാണിക്കുകയോ ചെയ്യരുത്. അധികാരം കയ്യിൽ വന്നപ്പോൾ എന്നെ ഒഴിവാക്കണം, എനിക്കിതിന് പറ്റൂല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ആളുകളാണ് മഹാന്മാരായ സ്വഹാബാക്കൾ. എനിക്ക് തരല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ യോഗ്യനല്ല. ഉമർ തങ്ങളും പറഞ്ഞു ഞാൻ യോഗ്യനല്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ യോഗ്യനല്ല, എനിക്ക് പറ്റൂല, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും കണ്ടുകൂടെ? ഉമർ റളിയല്ലാഹു അൻഹു ആണ് ആദ്യം ബൈഅത്ത് ചെയ്യുന്നത് സിദ്ദീഖ് തങ്ങളെ. അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, ഉമറേ, നീ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഇത്രയും വലിയ ഒരു പൊട്ടത്തരം പറയുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. നമ്മൾ എന്താ ചെയ്യാ? മാഷാ അല്ലാഹ്, ഞാൻ ഉഷാറാണല്ലോ, നീ എനിക്ക് കൈ തന്നല്ലോ, അടുത്ത ഇലക്ഷനിൽ നിന്നെ തന്നെ ഞാൻ സ്ഥാനാർത്ഥിയാക്കും എന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കുകയാണ്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം നീ ചെയ്ത വിഡ്ഢിത്തരങ്ങളിൽ ഏറ്റവും വലിയ വിഡ്ഢിത്തരം എന്നെ ഖലീഫയാക്കാൻ വേണ്ടി നീ ബൈഅത്ത് ചെയ്തതാണ്. സ്വഹാബാക്കളൊന്നും ഇത് സ്വീകരിച്ചിട്ടില്ല, പക്ഷേ നിർബന്ധിത സാഹചര്യത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നതാണ്. അൽഹാകുമുത് തകാസുർ, സമ്പത്തിലും മക്കളിലുമുള്ള മഹിമ പറച്ചിലും തറവാടിത്തം കൊണ്ട് മഹത്വം പറയുന്നതും നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ഹത്താ സുർതുമുൽ മഖാബിർ, എന്നാണ് പൊന്നു സഹോദരാ നീ ഇതൊക്കെ നിർത്തുന്നത്? നിന്നെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോഴാണോ? ഹത്താ സുർതുമുൽ മഖാബിർ, ഖബറിലേക്ക് പോയി അവിടെ ഖബറിന്റെ കത്തളങ്ങളിലേക്ക് കടക്കുന്നത് വരെ നീ നിന്റെ സമ്പത്ത് കൊണ്ടുള്ള മഹിമ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ നിനക്ക് വരാനിരിക്കുന്നത് നരകമാണ്, നരകമാണ്, നരകമാണെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അഭിമാനം പറയല്ല, അഹങ്കരിക്കല്ല, അദബകേട് കാണിക്കല്ല, മര്യാദയോടെ പെരുമാറണം. ആ ഒരു മര്യാദയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. സഅലബയുടെ കഥ എവിടെയുണ്ട്, ചരിത്രം എവിടെയുണ്ട്? ഇൻഷാ അല്ലാഹ് അതിനു മുമ്പ് ഒരു സംഭവം കൂടി. ഖാലൂ യാ മൂസാ, അവിടെയുള്ള സാഹിറന്മാർ, അവിടെയുള്ള മജീഷ്യന്മാർ മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, മൂസാ നബിയേ, ഇമ്മാ അൻ തുൽഖിയ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ വടി നിലത്തേക്ക് ഇടുന്നുണ്ടോ? വ ഇമ്മാ അൻ നകൂന നഹ്നുൽ മുൽഖീൻ, അല്ല ഞങ്ങൾ ഞങ്ങളുടെ കൈകളിലുള്ള വടിയെ നിലത്തേക്ക് ഇടണോ? ആദരവോടെ ബഹുമാനത്തോടെ ഒന്ന് ചോദിച്ചതിന്റെ പേരിൽ അല്ലാഹു ഇവർക്ക് നൽകുന്ന സൗഭാഗ്യം നമ്മൾ തിരിച്ചറിയണം. ഉസ്താദുമാരെ ബഹുമാനിക്കണം, അവരോട് പെരുമാറേണ്ടത് പോലെ പെരുമാറണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, കമ്മിറ്റി ഭാരവാഹികളെ ബഹുമാനിക്കണം. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല അൽഖൂ, നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ ഇട്ടോളൂ. ഫലമ്മാ അൽഖൗ സഹറു അഅയുനൻ നാസ്, കൈകളിലുള്ളത് താഴേക്കിട്ടപ്പോൾ അവരുടെ കണ്ണുകളൊക്കെ മാരണം സംഭവിച്ചു. അവരുടെ കൈകളിലുള്ള വടിയും എല്ലാ കയറുകളും വലിയ വലിയ പടുകൂറ്റൻ പാമ്പുകളായി മാറി. മൂസാ നബി അലൈഹിസ്സലാമിന് പേടി തോന്നി, യാ അല്ലാഹ്, ഞാനിവിടെ തോൽക്കാൻ പോവാണോ? ഞാനിവിടെ പരാജയപ്പെടാൻ പോവാണോ അല്ലാഹ്? അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, മൂസ വിഷമിക്കേണ്ട, മൂസ കയ്യിലുള്ളത് താഴെയിട്ടോളൂ. മൂസാ നബി കയ്യിലുള്ള വടിയങ്ങ് താഴേക്കുമ്പോഴേക്കും കൈകളിലുള്ളത് താഴേക്കിട്ടപ്പോൾ മുമ്പോട്ട് പോയ എല്ലാ വടികളെയും എല്ലാ പാമ്പുകളെയും വിഴുങ്ങുകയും, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെത് സത്യമാണ്, ഇത് അല്ലാഹു പറഞ്ഞയച്ചതാണെന്ന് സാഹിറന്മാർക്ക് തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞ ഉടനെ അവിടെയുള്ള മജീഷ്യന്മാരൊക്കെ സുജൂദ് ചെയ്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇത് കണ്ടവരൊന്നും വന്നില്ലല്ലോ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി നിലത്തേക്ക് ഇടുന്നതോടുകൂടെ സാഹിറന്മാർ, അവിടെയുള്ള മജീഷ്യന്മാരൊക്കെ മുസ്ലിമായി. ഇത് കണ്ട ആളുകളൊന്നും മാറിയില്ല. എന്നിട്ട് അവർ പറഞ്ഞു, ഖാലൂ ആമന്നാ ആമന്നാ ബിറബ്ബിൽ ആലമീൻ. തൊട്ടുമുമ്പ് മൂസാ നബിയോട്, തൊട്ടുമുമ്പ് ഫിർഔനിനോട് ചോദിച്ചു, ഫിർഔനെ, ഞങ്ങൾ വിജയിച്ചാൽ എന്താണ് തരിക? നിങ്ങളെ ഞാൻ സ്വന്തക്കാരാക്കാം. സന്തോഷമായ സാഹിര്യങ്ങൾ മൂസാ നബി അലൈഹിസ്സലാം വടിയിടുമ്പോഴേക്കും പറയുന്നത്, ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ഞങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് ഇതാ വിശ്വസിച്ചിട്ടുണ്ട്.
റബ്ബി മൂസ വഹാറൂൻ, മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെയും റബ്ബായ അല്ലാഹുവിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. ഫിർഔനിന് ദേഷ്യം വന്നു. ഫിർഔൻ ചോദിച്ചു, ഞാൻ പറയുന്നതിനും മുമ്പ് നിങ്ങൾ വിശ്വസിക്കുകയോ? എന്റെ സമ്മതമില്ലാതെ നിങ്ങൾ മൂസാ നബിയുടെ ദൈവത്തെ കൊണ്ട് വിശ്വസിക്കുകയോ? നിങ്ങളുടെ കൈകാലുകൾ മുറിക്കാൻ പോവുകയാണ് നിങ്ങളെ ഞാൻ കുരിശിലേറ്റാൻ പോവുകയാണ്. അപ്പോഴാണ് അവിടെ നിന്ന് ഫിർഔനിനോട് പറയുന്നത്, ഫിർഔൻ, നിങ്ങളുടെ ശിക്ഷയൊന്നും ഞങ്ങൾക്ക് പേടിയേ ഇല്ല. നോക്കണം, നമ്മൾ ഇതുവരെ മജീഷ്യന്മാരായി ഫിർഔന്റെ കൂടെയുണ്ടായ ആളുകൾ മുസ്ലിമായി തൊട്ടുടനെ കൈകാലുകൾ മുറിക്കുമെന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ ദുനിയാവല്ലേ, ഞങ്ങൾക്ക് ആഖിറമാണ് വലുത്, നീ മുറിക്കേ, കഷ്ണമാക്കേ, കുരിശിൽ എന്തും ചെയ്ത ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന രീതിയിൽ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണം ഒരൊറ്റൊരു കാരണമാണ്. ഇവര് നേരത്തെ ചോദിച്ചു, മൂസാ നബിയോടൊരു അദബ് കാണിച്ചു എന്നുള്ളത് കൊണ്ടാണ്. എന്താണ് അദബ്? മൂസാ നബിയോട് ചോദിച്ചു, ഖാലൂ യാ മൂസാ, മൂസാ നബിയേ, ഇമ്മാ അൻ തുൽഖിയ, നീ നിങ്ങളുടെ വടി നിലത്തേക്കിടുന്നോ അല്ല ഞങ്ങളിടണോ എന്നൊരു ബഹുമാനത്തോടെ മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചത് കൊണ്ടാണ് ഈ സാഹിറന്മാർക്ക് മുസ്ലിമാവാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുത്തത് എന്ന് മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്. അദബ് വലിയ വിഷയമാണ്, അച്ചടക്കം വലിയ വിഷയമാണ്, മര്യാദ വലിയ വിഷയമാണ്. നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം, കാരുണ്യം കാണിക്കേണ്ടവരോട് കാരുണ്യം കാണിക്കണം. ഇതൊക്കെ ചെയ്താലേ നമ്മുടെ നാട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സേവകനായിരുന്നു, ഖാദിമായിരുന്നു. മദീനയിലുള്ള ചെറുപ്പക്കാരൻ, 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി മദീനയിലേക്ക് പറഞ്ഞയച്ചപ്പോ നബി തങ്ങളുടെ അടുത്ത് നിന്നൊരു വസ്തു വാങ്ങാൻ വേണ്ടി മദീനയിൽ നിന്നങ്ങോട്ട് പോയതാണ്. പോകുന്ന വഴിയിലാണ് ആ തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്കൊന്ന് അറിയാതെ നോക്കിപ്പോയത്. നോക്കണം, നമ്മൾ ഹറാമ് കാണുന്ന, ഹറാമ് ചെയ്യുന്ന, ഹറാമിൽ തന്നെ ജീവിതം ചെലവഴിക്കുന്ന ചെറുപ്പക്കാരികളോട് ഞാൻ പറയട്ടെ, മഹാനായ ഗസാലി ഇമാം തന്റെ ഇഹ്യാ ഉലൂമിൽ ഒരു സംഭവം പറയുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു പാറയിലേക്ക് ഒരു വെള്ളം കണ്ടിന്യൂ ആയി തുടർച്ചയായി ഉറ്റിക്കൊണ്ടിരുന്നാൽ ആ പാറയ്ക്ക് എന്തെങ്കിലും കേട് സംഭവിക്കുമോ ഇല്ലയോ? എല്ലാ ദിവസവും ഒരു മരത്തിന്റെ ചില്ലയിൽ നിന്നൊരു പാറയിലേക്ക് വെള്ളം ധാരധാരയായിട്ടല്ല, ചെറിയ ഇറ്റുകളായി, തുള്ളികളായി ഇറ്റ് വീണാൽ ഒരു വർഷം കഴിയുമ്പോഴേക്കും ആ പാറയിൽ പാടുവരുന്നുണ്ടല്ലോ. ഞങ്ങളുടെ റോഡുകളൊക്കെ എങ്ങനെയാണ് നശിച്ചു പോകുന്നത് അല്ലെ? റോഡ് നശിച്ചു പോകാൻ കാരണം അത് മരത്തിൽ നിന്ന് വെള്ളം വിറ്റാണെന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മൈസൂർ ബാംഗ്ലൂർ റോഡിൽ ഒരു റോഡുണ്ട്, ആ റോഡിന്റെ ചുറ്റുവട്ടത്തും മരങ്ങളാണ്, അതിന്റെ ആകർഷണം തന്നെ മരങ്ങളാണ്, ആ റോഡിന്റെ ഭംഗി തന്നെ മരങ്ങളാണ്. അത് രണ്ടിങ്ങനെ കമാനമായി നിൽക്കാൻ വളരെ മനോഹരമായ റോഡ്, ചുറ്റും റോഡ് സൈഡിൽ നിറയെ മരങ്ങൾ, അവിടെയൊന്നും റോഡ് നശിക്കുന്നില്ലല്ലോ. ഞങ്ങളുടെ നാട്ടിലുള്ള റോഡിൽ മാത്രമാണ് ഈ മരത്തിന്റെ വെള്ളറ്റുമ്പോൾ പ്രശ്നം ഉണ്ടാവുന്നത് അല്ലെ? ചിന്തിക്കേണ്ട വിഷയമല്ലേ ഇതൊക്കെ? അല്ലാത്ത സംഭവമാണ് ഇതൊക്കെ. ഏതായാലും എല്ലാ സ്ഥലത്തും അഴിമതിയാണ്. 10 ലക്ഷം പാസ്സായാൽ 5 ലക്ഷം പോക്കറ്റിൽ, ബാക്കി 5 ലക്ഷം കൊണ്ട് റോഡ്. 10 കോടി പാസ്സായാൽ ഉദ്യോഗസ്ഥന്മാർക്ക് കുറച്ച്, ഓഫീസർമാർക്ക് കുറച്ച്, മുതലാളിക്ക് കുറച്ച്, ടെൻഡർ എടുത്ത ആളുകൾക്ക് കുറച്ച്, അവസാനം കോടിയിൽ നിന്ന് 2-3 കോടിയെ റോഡിന് വേണ്ടി ചെലവഴിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ പോക്കറ്റിലാണ്. 30, 40, 50 സാലറിയുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വരെ അഴിമതി വാങ്ങാണ്. എന്തിന്? 50 ലക്ഷങ്ങളൊക്കെ സാലറി ലഭിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ രാവിലെ 10 മണിക്ക് വന്ന 5 മണിക്ക് പോയി ജോലി കഴിഞ്ഞു. അതിൽ വർഷത്തിൽ 210 ദിവസമോ 300 ദിവസമോ ജോലിയുള്ളൂ. ഇവര് വരെ കൈക്കൂലിക്ക് വേണ്ടി നിൽക്കുകയാണ്, പ്രത്യേകിച്ചിട്ട് പോലീസുകാരൊക്കെ. നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല, പൊതുവെ പോലീസുകാരെ കൈക്കൂലിയുടെ ആളുകളായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ കൈക്കൂലി വാങ്ങിയ എങ്ങനെ നമ്മുടെ നാട് നന്നാവുക? ഭരണാധികാരികൾ നന്നാവണ്ടേ? ഭരിക്കുന്ന നിയമപാലകർ നന്നാവേണ്ടേ? എല്ലാവരും അഴിമതിയും കൈക്കൂലിയും ഇവിടെ വാങ്ങാൻ തുടങ്ങിയാൽ എങ്ങനെയാണ് നമ്മുടെ നാട് നന്നാവുക? അതുകൊണ്ട് ആദ്യം നന്നാവേണ്ടത് ഭരണാധികാരികളാണ്. അവർ മാതൃക കാണിക്കണം. സർദാർ കൗമുക ഖാദിം ഹേ. ഏതായാലും ദിവസേന വിറ്റ് വീഴുന്ന ആ ഒരു വെള്ളം ഒരു പാറയിൽ
കേടുവരുത്തുന്നുണ്ട്. എന്നാൽ ആ വെള്ളമൊക്കെ നമ്മൾ സ്വരൂപിച്ചു, എന്നിട്ടൊരു ബക്കറ്റിലാക്കി നമ്മൾ പാറയിലേക്ക് ഒരു ദിവസം അങ്ങോട്ട് ഒഴിച്ചാൽ ആ പാറയിൽ കേടുവരുമോ? ചോദ്യം മനസ്സിലായോ? കേടുവരില്ലല്ലോ. ഒരു പാറയിലേക്ക് ആ വെള്ളങ്ങളൊക്കെ സ്വരൂപിച്ച് നമ്മളൊരു ബക്കറ്റിലാക്കി ഒഴിച്ചു, പാറയിൽ ഒരു കേടും വരൂല. എന്നാൽ ഇതേപോലെയാണ് ചെറുദോഷങ്ങൾ ചെയ്യുന്ന ഒരാളുടെ ഹൃദയം ആവുന്നത്. ചെറുദോഷങ്ങൾ സ്ഥിരമായി ചെയ്യുമ്പോൾ അയാളുടെ ഹൃദയത്തെ അത് ബാധിക്കുന്നുണ്ട്. മഹാനായ ഗസാലി ഇമാം പറഞ്ഞ വാക്കുകളാണിത്. സ്ഥിരമായി ചെറുദോഷം ചെയ്യുക, സ്ഥിരമായി ഹറാമ് ചെയ്യുക. ഹറാമ് കാണുന്നത് കൊണ്ടൊരു കുഴപ്പമേ ഇല്ല. അന്യ സ്ത്രീകളെ നോക്കുന്നതോ സംസാരിക്കുന്നതോ നമ്മുടെ ചെറുപ്പക്കാർക്കൊരു വിഷയമേ അല്ല. അത് ഗേൾ ഫ്രണ്ട് അല്ലേ, അത് ബോയ് ഫ്രണ്ട് അല്ലേ, എന്താണ് കുഴപ്പമെന്ന് ചിന്തിക്കുന്ന അവസരത്തിലേക്ക്, ചിന്തിക്കുന്ന സമയത്തിലേക്ക് കാലം മാറിയിട്ടുണ്ട്. സിനിമ കണ്ടാൽ എന്താണ് കുഴപ്പമുള്ളത്? മദ്രസകളിൽ വരെ സിനിമകൾ പ്രദർശിപ്പിക്കുന്ന കാലം വന്നിട്ടുണ്ട്. നമ്മൾ മദ്രസയിൽ നിന്നല്ല കേട്ടോ, മദ്രസകളിൽ വരെ സിനിമകൾ പ്രദർശിപ്പിക്കുന്ന കാലം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പരസ്യം എടുത്ത് ഞാൻ വായിക്കാനിടയായി. സിനിമ പ്രദർശനം ഇന്നാലെന്ന മദ്രസയിൽ, മദ്രസയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഇതൊന്നൊരു പ്രശ്നമല്ല. ഹറാമ് ചെയ്യുന്നതും പ്രശ്നമല്ല, ഹറാമ് കാണുന്നതും പ്രശ്നമല്ല. സിനിമ ഡൗൺലോഡ് ചെയ്യുക, ചങ്ങാതിമാർക്ക് ഷെയർ ചെയ്യുക, രാത്രി ഫോൺ വിളിച്ച് സംസാരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് നമ്മുടെ ചങ്ങാതിമാരോട് ഷെയർ ചെയ്യുക. എന്ത് തോന്നിവാസങ്ങളാണ്! ഇതൊരു തെറ്റ് ചെയ്താലും മറച്ചു വെക്കണ്ടേ? ആ മറച്ചു വെക്കുന്നതിന് പകരം നമ്മൾ തിന്മയെ പരസ്യമാക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നു. യാ റസൂലല്ലാഹ്, ഈ മദീനയുടെ അങ്ങേയറ്റത്തുള്ള ഒരു പെണ്ണുമായി ഞാൻ എന്തോ ഒരു വേണ്ടാത്തൊരു കാര്യം ചെയ്തു പോയിട്ടുണ്ട്. വ്യഭിചാരമല്ല, ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ഒന്ന് ചുംബിക്കുകയോ ഒന്ന് തൊടുകയോ ഒന്ന് സ്പർശിക്കുകയോ ഞാൻ ചെയ്തിട്ടുണ്ട് നബിയേ. അതുകൊണ്ട് എനിക്കൊന്ന് തൗബയുണ്ടോ, എനിക്ക് അല്ലാഹു പുറത്തു തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് കടന്നു വന്നപ്പോ ഉമർ തങ്ങൾ ഓടി വന്നു. അല്ലയോ ചെറുപ്പക്കാരാ, നിനക്കത് മറച്ചു വെച്ചൂടെ? അല്ലാഹു മറച്ചു വെച്ച കാര്യമല്ലേ ഇത്? ഇതെന്തിനാണ് ആളുകളോട് പറയാൻ നിൽക്കുന്നത്? നീ അറിയാതെ ചെയ്തത്, നിനക്കറിയാതെ വന്നു പോയത്, ഒന്ന് അല്ലാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ അല്ലാഹു നിനക്ക് പുറത്തു തരൂലേ? എന്തിനാണ് ഇതൊക്കെ വന്ന് ഇവിടെ പാടി നടക്കുന്നത്? മറച്ചു വെച്ചുകൂടെ? അല്ലാഹു മറച്ചു വെച്ച കാര്യമല്ലേ? നീയും ആ പെണ്ണു മാത്രം നടന്ന കാര്യമല്ലേ? അതൊന്ന് രഹസ്യമാക്കി വെച്ചുകൂടെ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതേപോലെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഒരു പെണ്ണ് വരുന്നുണ്ട്. ആയിഷ ബീവിയെ എന്നെ ഒരാൾ കടന്നു പിടിച്ചിട്ടുണ്ട്, ഒരു അന്യപുരുഷനായ ഒരു സഹോദരൻ എന്നെ കടന്നു പിടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ ആയിഷ ബീവിയും ചോദിച്ചു, അല്ല പെണ്ണേ, നിങ്ങൾ ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്താണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ രഹസ്യങ്ങളൊക്കെ പരസ്യമാക്കി നടക്കുകയാണോ? അതൊക്കെ മറച്ചു വെച്ചുകൂടെ? എന്തിനാണ് ഇതൊക്കെ ആളുകളുടെ മുമ്പിൽ പറയുന്നത്? ഇത് രഹസ്യമാക്കി വെക്കേണ്ട കാര്യമല്ലേ? രഹസ്യമായി അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു തരുന്ന വിഷയമല്ലേ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. തെറ്റ് ചെയ്യാണ് നമ്മൾ. കുല്ലു ബനി ആദം ഖത്താഊൻ, എല്ലാ മനുഷ്യന്മാരും തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. വഖൈറുൽ ഖത്താഈന അത്തായിബൂൻ, തെറ്റ് ചെയ്യുന്നവർ ഏറ്റവും നല്ല ആളാരാ? അത്തായിബൂൻ, തൗബ ചെയ്യുന്ന ആളുകളാണ്. തെറ്റെല്ലാവരും ചെയ്യും, അത് ഉറപ്പാണ്. മഅസൂമിങ്ങളില്ല, അത് കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തോട് കൂടെ മഅസൂമിങ്ങളില്ല, തെറ്റ് ചെയ്യാത്ത ആളുകളില്ല. കുല്ലു ബനി ആദമ ഖത്താഊൻ, എല്ലാ ആദമിന്റെ സന്തതികളും തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. വഖൈറുൽ ഖത്താഈൻ, തെറ്റ് ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും നല്ല മനുഷ്യൻ അത്തായിബൂൻ, തൗബ ചെയ്യുന്ന ആളുകളാ. അതുകൊണ്ട് നമ്മൾ തൗബ ചെയ്യാം. വല്ലദീ നഫ്സി ബിയദിഹി ലൗ ലം തുദ്നിബു ലദഹബല്ലാഹു ബികും വലജാഅ ബിഖൗമി യുദ്നിബൂൻ. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, നിങ്ങളെങ്ങാനും ഇവിടെ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹു നിങ്ങളെയൊക്കെ നശിപ്പിച്ച് ലജാഅ ബിഖൗമി യുദ്നിബൂൻ, തെറ്റ് ചെയ്യുന്നൊരു സമൂഹത്തെ അല്ലാഹു ഇവിടെ കൊണ്ടുവരും. അവർ തെറ്റ് ചെയ്യും, എന്നിട്ട് അല്ലാഹുവിനോട് തൗബ ചെയ്യും. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും. അല്ലാഹുവിന് ഇത് ഇഷ്ടമാണ്. ഇന്നല്ലാഹ ലയബ്സുത്തു യദഹു ഫിൽ ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ, അല്ലാഹു തആല രാത്രിയിൽ കൈകൾ ഇങ്ങനെ നീട്ടിയിരിക്കുന്നുണ്ട്. എന്തിനെന്നറിയോ? ലിയതൂബ മുസീഉൻ നഹാർ,
പകലിൽ ചെയ്ത തിന്മകൾ അല്ലാഹുവിനോടൊന്ന് പൊറുക്കലിനെ തേടാൻ. അല്ലാഹുവേ, ഞാൻ ഇന്നലെ രാത്രി ചെയ്തത് തെറ്റായി പോയി റബ്ബേ, എനിക്ക് പുറത്തു തരണേ അല്ലാ, അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ ആളുകൾ ഇങ്ങനെ അല്ലാഹുവിനോട് തൗബ ചെയ്യാൻ വേണ്ടി അല്ലാഹു കൈ നീട്ടിയിരിക്കുകയാണെന്ന് സയ്യിദുനാ വ മുൻജീനാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് പറയാൻ. വയതൂബു യദഹു വയബ്സുതു യദഹു ബിന്നഹാർ, പകലിൽ അല്ലാഹു കൈ നീട്ടിയിരിക്കുന്നുണ്ട്. ലിയതൂബ മുസീഉൽ ലൈലി, രാത്രിയിൽ ചെയ്ത തെറ്റ് പുറത്തു കൊടുക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യ്, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ ദുആ ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അതുകൊണ്ട് വന്നുപോയ പാപങ്ങൾ ഉടനെ തന്നെ ഇസ്തിഗ്ഫാർ ചൊല്ലി അല്ലാഹുവിനോട് തൗബ ചെയ്തേക്ക്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, ഒരു തെറ്റ് ചെയ്താൽ ഉടനെ ഒരു നന്മ ചെയ്യുക. ജീവിതത്തിൽ ഒരു പാപം വന്നാൽ ഒരു 10,000 രൂപ ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് കൊടുത്ത് ദുആ ചെയ്യുക. ഒന്ന് നോമ്പ് നോക്കുക. മഹാന്മാരായ സ്വഹാബാക്കളുടെ നിരവധി സംഭവങ്ങളുണ്ട്. ഹുദൈബിയ വേളയിൽ അല്ലാഹുവിന്റെ ഹബീബിനെതിരെ ഒരു വാക്ക് സംസാരിച്ചു പോയതിന്റെ പേരിൽ വർഷങ്ങളോളം തുടർച്ചയായി ഉമർത്തങ്ങൾ നോമ്പ് നോറ്റുന്ന. ഉമർത്തങ്ങൾ ചോദിച്ചു, സിദ്ദീഖേ, ഇത് സത്യത്തിന്റെ പ്രവാചകൻ തന്നെയല്ലേ? തവാഫ് ചെയ്യാനും ഉംറ ചെയ്യാനും വേണ്ടി മദീനയിൽ നിന്ന് വന്ന ഞങ്ങൾ മുശ്രിക്കീങ്ങളുടെ കരാറിലൂടെ തവാഫ് ചെയ്യാതെ ഉംറ ചെയ്യാതെ മടങ്ങുകയാണല്ലോ, ഇത് സത്യത്തിന്റെ പ്രവാചകൻ തന്നെയല്ലേ? ഞങ്ങൾ എന്തിനാണ് പേടിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു പോയതിന്റെ പേരിൽ വർഷങ്ങളോളം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തുടർച്ചയായി നോമ്പ് നോറ്റിട്ടുണ്ട്. ഏതുവരെ എന്നറിയോ? താൻ ചെയ്തത് അതിന് പകരമായി ഞാൻ നന്മ ചെയ്തു എന്ന് തോന്നുന്നത് വരെ ഒരുപാട് സ്വതക്കകൾ, ഒരുപാട് അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തെറ്റ് ചെയ്താൽ ഉടനെ അതിനൊരു നന്മ ചെയ്തുകൊണ്ട് തെറ്റിനെ നിങ്ങൾ മായ്ച്ചു കളയണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെയ്തൂടെ? റിസ്ക് ഉണ്ടോ? നമ്മൾക്ക് നാളെ രക്ഷപ്പെടണ്ടേ? ആഖിറത്തിൽ രക്ഷപ്പെടേണ്ട എത്ര തെറ്റുകളാ ചെയ്യുന്നത്. ദൈനംദിനം കണ്ണുകൊണ്ട് വേറെ, ചെവി കൊണ്ട് വേറെ, നാവ് കൊണ്ട് വേറെ, കാല് കൊണ്ട് വേറെ, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് വേറെ. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിങ്ങളുടെ കേൾവിയെ അല്ലാഹു നാളെ ചോദ്യം ചെയ്യും. നിങ്ങളുടെ കേൾവി എന്തൊക്കെയാണ് കേട്ടത്? ഹറാമ് കേട്ടിട്ടുണ്ടോ? കാമുകന്മാരോടും കാമുകിമാരോടും സല്ലപിച്ചിട്ടുണ്ടോ? ബെഡ്റൂമിൽ കിടന്നിട്ട് ഉപ്പപ്പുറത്ത് റൂമിൽ, ഉമ്മയും അവിടെ, പെൺകുട്ടി ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് സുബഹി വരെ സംസാരിച്ചത് അല്ലാഹു നാളെ ചോദ്യം ചെയ്യും. സാന്ദർഭികമായൊരു കാര്യം കൂടി ഉണർത്തട്ടെ, നമ്മുടെ പെൺകുട്ടികളെ ഒറ്റയ്ക്ക് കിടത്താൻ പാടില്ല. അപ്പോ പെണ്ണുങ്ങൾക്ക് ദേഷ്യം വരുന്ന എനിക്കറിയാം, നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ ദേഷ്യം വരുന്നറിയാം. എന്നാലും ഈ അപകടങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഒന്നുകിൽ വീട്ടിലുള്ള മുത്തശ്ശിമാർ, വീട്ടിലുള്ള ഉമ്മൂമ്മമാർ, വലിയുമ്മമാർ, വലിയപ്പമാർ, ആരുടെയെങ്കിലും കൂടെ കിടത്തുക. ഒറ്റയ്ക്ക് റൂമിൽ കിടക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ പെൺകുട്ടികൾക്ക് അങ്ങനൊരു അവസരം കൊടുക്കരുത്, അല്ലേ? നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹതു വൽ ഫറാഖ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്മാർ വഞ്ചിക്കപ്പെടുന്ന 2 അനുഗ്രഹങ്ങൾ. ഒന്ന് അസ്സിഹ്ഹ, ആരോഗ്യം. ഇപ്പൊ നല്ല യൂത്ത്, ചെറുപ്പമാണ്, യുവത്വമാണ്, അടിച്ചു പൊളിക്കന്നെ. 2 അൽ ഫറാഖ്, ഒഴിവ് സമയം. രാത്രി ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല, ആരും കാണാനില്ല, ആരും അറിയാനില്ല. ഫാനിന്റെ ശബ്ദമൊന്ന് ഹൈ സ്പീഡിലിട്ട ബ്ലാങ്കറ്റിന്റെ അകത്ത് കയറിയാ പിന്നെ ലോകത്തൊരാളും നിന്നെ കാണാനില്ല, നിന്റെ ശബ്ദം കേൾക്കാനില്ല. സുബഹി വരെ സംസാരിച്ചാലും ആരെ വിളിച്ചാലും അറിയാനില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് നമ്മുടെ പ്രായപൂർത്തി എത്തിയ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ കിടത്തുന്നത് അല്പം സൂക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പെൺകുട്ടികളെ, നിങ്ങൾക്ക് വിഷമമായാലും എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് ദേഷ്യം വന്നാലും കുഴപ്പമില്ല. അപകടമാണ്, അപകടം ഒരുപാടുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നല്ലേ, സൂക്ഷിച്ചാൽ നല്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ഈ ബാധ്യതയൊന്നും ചെയ്യാതെ മരിച്ചു പോയാൽ സ്വർഗം നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. മാ മിൻ അബ്ദിൻ യസ്തറഈഹില്ല. അല്ലാഹു ഒരാൾക്ക് മക്കളെ നൽകി ആ മക്കളോടുള്ള ബാധ്യതകൾ നിറവേറ്റാതെ
അയാൾ അങ്ങനെ മരിച്ചു പോയാൽ ലാ യദ്ഖുലുൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല എന്ന് മുത്തു റസൂലുള്ളാഹ്. ഇതൊക്കെ നമ്മുടെ മോറൽ റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ പ്രായപൂർത്തിയെത്തിയ 14, 15, 18 വയസ്സുള്ള പെൺകുട്ടികളെ മൊബൈൽ ഫോണും കൊടുത്ത് നിങ്ങൾ റൂമിൽ ഒറ്റയ്ക്ക് കിടത്താൻ എങ്ങനെയാ ധൈര്യം വരിക? ഇതൊക്കെ അല്ലാഹു ചോദിക്കും. നമ്മുടെ കണ്ണിനെ കുറിച്ച് അല്ലാഹു നാളെ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ചെവിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്തിനേറെ പറയണം, വൽ ഫുആദ്, നമ്മുടെ ഹൃദയത്തിലുണ്ടായ ചിന്തകൾ വരെ അല്ലാഹു ചോദിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. ആ ഒരു ബോധമുള്ള മഹാനായ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ മദീനയിൽ നിന്ന് മദീനയുടെ തെരുവോരങ്ങളിലൂടെ നടക്കുമ്പോ തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് അറിയാതെ നോക്കിപ്പോയതാണ്. അങ്ങനെ നോക്കുമ്പോഴേക്കും ഒരു കാറ്റ് വന്നു. കാറ്റ് വന്നപ്പോഴേക്കും അവിടെയുണ്ടായിരുന്ന കർട്ടൻ അങ്ങോട്ട് ഉയർന്നു. അപ്പോഴാണ് അവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ കാണുന്നത്. അറിയാതെ ആ ഒരു നിമിഷം 1 or 2 തവണ പെണ്ണിനെ വന്ന് നോക്കിപ്പോയി. ഉടനെ ബോധോദയം വന്നു. ഉടനെ അല്ലാഹുവിനെ ഓർമ്മ വന്നു. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ, അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകൾക്ക് പിശാചിന്റെ ദുർബോധനം വരുമ്പോൾ തദക്കറൂ, അവർ ഉടനെ ഓർക്കുന്നത് അല്ലാഹുവിനെയാണ്. നമ്മൾക്ക് പേടി വരുന്നുണ്ടോ? അത്ര പെണ്ണുങ്ങൾ കാണുന്നുണ്ട്. 2 നോട്ടം അങ്ങോട്ട് നോക്കി ഉടനെ പേടി വന്നു. യാ അല്ലാഹ്, ഇനി ഞാനില്ല, ഹബീബിന്റെ അടുത്തേക്ക് ഞാനില്ല, ഹറാം കണ്ട കണ്ണുകൊണ്ട് ഇനി ഞാൻ തിരുസന്നിധിയിലേക്ക് ചെല്ലൂല എന്ന പ്രതിജ്ഞയെടുത്ത് കരഞ്ഞുകൊണ്ട് ഓടിന. നമ്മൾ റൗളയിലേക്ക് പോകുന്ന ആളുകളാണ്, മക്കയിലേക്ക് പോകുന്ന ആളുകളാണ്. അല്ലാഹുവിന്റെ റൗള ശരീഫിലേക്ക് കയറി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് എങ്ങനെയാണ് നമ്മൾക്കൊക്കെ പറയാൻ പറ്റുക? ഈ ഹറാമുകൾ ഈ കണ്ണുകൊണ്ട് എത്രയാണ് നമ്മൾ ചെയ്തു പോയത്. അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. ഹറാമ് ചെയ്ത കണ്ണുകൾ കൊണ്ട്, ഹറാമ് കേട്ട ചെവികൾ കൊണ്ട്, ഹറാമ് തിന്ന ഈ ശരീരം. എന്നിട്ട് റൗളയിൽ പോയി നമ്മൾ സലാം പറയുന്നു, റൗളയിൽ ചെന്ന് നമ്മൾ നിസ്കരിക്കുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മൾക്കൊക്കെ പുറത്തു തരുമാറാവട്ടെ. ഏതായാലും തെറ്റ് ചെയ്യുമ്പോൾ അല്ലാഹുവിനെ ഓർക്കുന്നത് നല്ലതാണ്. അല്ലാഹു നമ്മൾക്ക് തെറ്റ് ചെയ്യാതെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. കണ്ണിനെ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സ്വഹാബി ഓടിപ്പോയി എവിടെ നിന്ന് മഹഞ്ചരുവിലേക്ക്. എന്റെ പേരിൽ അല്ലാഹു ആയത്തിറക്കുമോ? എന്നെ മുനാഫിഖീങ്ങളിൽ അല്ലാഹു പെടുത്തുമോ? അല്ലാഹുവിന്റെ ഹബീബ് ഒരു വസ്തു വാങ്ങാൻ പറഞ്ഞയച്ചതാണ്. പക്ഷേ ഇനി ആ നബിയുടെ തിരുമുഖം കാണാൻ എനിക്ക് വയ്യ. ഹറാം കണ്ട കണ്ണുകൊണ്ട് ഞാൻ എങ്ങനെയാണ് എന്റെ മുത്തുനബിയെ കാണുക? 16 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ ചിന്തയാണിത്. കരഞ്ഞുകൊണ്ട് മലഞ്ചെരുവിലേക്ക് ഓടി. അല്ലാഹുവിന്റെ റസൂൽ ഈ സഅലബയെ പിടിക്കാൻ വേണ്ടി ആളയച്ചു. സഅലബ എവിടെ? കാണാനില്ല. ആ ദിവസം 2-3 സഹാബാക്കളെ സഅലബയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. എവിടെയും സഅലബയെ കാണുന്നില്ല. 40 ദിവസമായി സഅലബയില്ല. മലഞ്ചെരുവിൽ ഭക്ഷണം കഴിക്കാതെ തലയിൽ കൈവച്ചുകൊണ്ട് രാത്രിയാകുമ്പോ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി യാ അല്ലാഹ്, എന്റെ ദോഷം നീ പുറത്തു തരുമോ അല്ലാഹ്? എന്റെ കാര്യത്തിൽ ഒരായത്തിറക്കുമോ അല്ലാഹ്? എനിക്ക് തൗബ സ്വീകരിച്ചതായൊന്ന് അറിയിക്കുമോ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി മലഞ്ചെരുവിൽ 40 ദിവസമാണ് കരഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് കടന്നു വന്നതേയില്ല. 40ാമത്തെ ദിവസം ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അല്ലാഹുവിന്റെ ഹബീബിനൊരു സൂചന നൽകി. ഇന്ന താഴ്വരയിൽ സഅലബ കിടക്കുന്നുണ്ട്, സഅലബയെ കൊണ്ടുവരണം. അല്ലാഹുവിന്റെ ഹബീബ് 2 സ്വഹാബാക്കളെ പറഞ്ഞയച്ചു. ആ താഴ്വരയിലെത്തി. അപ്പോഴാണ് അവിടെ ആടുമേച്ച് നടക്കുന്ന ചില അറബികളെ കാണാൻ സാധിച്ചത്. അവരോട് ചോദിച്ചു, ഇന്നൊരു ചെറുപ്പക്കാരനെ കണ്ടിട്ടുണ്ടോ? അവര് പറഞ്ഞു, ഇല്ല. നിങ്ങൾ ചോദിക്കുന്നത് അനിർറജുലിൽ ബുക്കാ, കരയുന്ന ചെറുപ്പക്കാരനെ കുറിച്ചാണോ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? അതെ,
എങ്കിൽ ഇവിടെ തന്നെ നിന്നുകൊള്ളണം. രാത്രി മഗ്രിബിന്റെ സമയമായാൽ എവിടെ നിന്നോ കരഞ്ഞുകൊണ്ട് തലയിൽ അടിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഇവിടേക്ക് കടന്നു വരും. അയാളെ പിടിച്ചോളൂ, അയാളെ കൊണ്ടുപോയിക്കോളൂ. സമയമാകുമ്പോൾ കരഞ്ഞുകൊണ്ടൊരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട്. മുടിയൊക്കെ ജടകുത്തിയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടില്ല, ആളാകെ മാറിയിട്ടുണ്ട്. സംഭവം എന്താ? കണ്ണുകൊണ്ടൊരു ഹറാം ചെയ്തു പോയതാണ്. ഉടനെ കൊണ്ടുവന്നു. ഇലാ ഹളറത്തി റസൂലില്ല, എന്നെ നബിയുടെ അടുത്തേക്ക് കൊണ്ടുപോവല്ലേ, എനിക്ക് പേടിയാണ്, എന്നെ മുനാഫിക്കീങ്ങളിൽ അല്ലാഹു പെടുത്തിയോ, എന്നെ കൊണ്ടുപോവല്ല. നബി തങ്ങളെ നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് സഅലബയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് സഅലബയുടെ അടുത്തിരുന്നു. സഅലബയുടെ തലയെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മടിയിൽ വെച്ചു. സഅലബ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ പേരിൽ ആയത്തിറങ്ങിയിട്ടുണ്ടോ? ഇല്ല സഅലബ, ഇല്ല, അല്ലാഹു ആയത്തിറക്കിയിട്ടില്ല. ഇത് കേൾക്കേണ്ട താമസം ഒരട്ടഹാസം. ഉടനെ സഅലബ റളിയല്ലാഹു അൻഹു മരിച്ചു പോകുന്നുണ്ട്. മരിച്ചുപോയി. യാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് ജനാസയിൽ പങ്കെടുത്തു. അങ്ങനെ ദഫൻ ചെയ്യുമ്പോ കാലുകൾ ഇങ്ങനെ വിരലിൽ ഊന്നി നടക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോ, യാ റസൂലല്ലാഹ്, എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? ഉമർ തങ്ങളോട് പറഞ്ഞു, വൈഹക യാ ഉമർ, ഉമറേ, എനിക്ക് കാല് കുത്താൻ അവിടെ സ്ഥലമില്ല. മാലാഖമാർ ആകാശലോകങ്ങളിൽ നിന്ന് പറന്നു വന്ന് സഅലബയുടെ ദഫൻ ചെയ്യുമ്പോൾ അവിടെ തിങ്ങിക്കൂടിയത് മൂലം എനിക്ക് കാല് കുത്താൻ സ്ഥലമില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വിരലിൽ ഊന്നി നടക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇങ്ങനെ ഒരു തൗബ നമ്മൾക്കും ചെയ്യണ്ടേ? തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ആളുകളായി നമ്മളും ജീവിക്കുക. അല്ലാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഞാൻ ആദ്യമായി ഓതി വെച്ച ഒരു ആയത്തും കൂടി ഓതി ഞാൻ നിർത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമത് തൗബതു അലല്ലാഹ്, അല്ലാഹു തൗബ സ്വീകരിക്കുന്നത് ആരുടെ തൗബയാണ്? ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല, തെറ്റുകൾ അറിയാതെ ചെയ്യുന്ന ആളുകളുടെ തൗബയാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. ഇത് തെറ്റാണെന്നറിയാം, ഒരുപാട് തെറ്റും ചെയ്തു, ബോധത്തോടെ അല്ലാഹ് വേണമെങ്കിൽ പുറത്തു തരട്ടെ, ഇതൊക്കെ ബഡായാണെന്ന ചിന്തയോടെയാണോ നിങ്ങൾ തെറ്റ് ചെയ്യുന്നത്? അല്ലാഹു പുറത്തു തരൂല. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഔട്ട് ഓഫ് കൺട്രോൾ ആണ്, അറിയാതെ വീണ്ടും വീണ്ടും ചെയ്തു പോവാണ്. കുഴപ്പമില്ല, ഉടനെ തൗബ ചെയ്ത്, അല്ലാഹുവേ, ഞാൻ ഇനി ചെയ്യില്ല റബ്ബേ, ഇതെനിക്ക് കൺട്രോൾ ചെയ്യാതെ വന്നു പോയതാണ്, ഇനി ഞാൻ ചെയ്യില്ല റബ്ബേ എന്ന് മനക്കരുത്തോടു കൂടെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത്. തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു നീണ്ട ഷർത്തുണ്ടോ? ഇല്ല. ഞാൻ ഇനി ചെയ്യില്ല റബ്ബേ, ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിന്ന് ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന ബോധത്തോടെ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു എനിക്ക് പുറത്തു തരണം എന്നൊരാൾ പറഞ്ഞാൽ അത് തൗബയാണ്. ഒരുപക്ഷെ നാളെ തന്നെ വീണ്ടും അത് ആവർത്തിച്ചേക്കാം. അത് നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആയി വരാൻ നിയന്ത്രിക്കാൻ പറ്റാത്തതാണ്. ദുആ ചെയ്യാം അല്ലാഹുവിനോട്. അതുകൊണ്ട് പക്ഷേ നമ്മൾ മനഃപൂർവ്വം വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ പാടില്ല. അല്ലാഹു ആണെങ്കിൽ പുറത്തരട്ടെ, ഇതൊന്നും വിഷയമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് തെറ്റ് ചെയ്യാൻ പാടില്ല. ഹറാം കാണുന്നത് ഇത് കുഴപ്പമില്ല എന്ന ചിന്തയോടെ കാണാൻ പാടില്ല. പെണ്ണിനോട് സംസാരിക്കാൻ ഇതൊന്നും തെറ്റില്ല എന്ന ന്യായീകരണം വേണ്ടവിടെ. അല്ലാഹു തൗബ സ്വീകരിക്കുന്നത് ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല, തെറ്റുകൾ ചെയ്യുന്നത് അറിയാതെയാണ്, അറിയാതെ തെറ്റ് ചെയ്തു പോയ ആളുകൾ. ثم يتوبون من قريب, ഉടനെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന ആളുകൾക്കാണ് അല്ലാഹു തൗബ സ്വീകരിക്കുന്നത്. ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കും. വകാന അല്ലാഹു അലീമൻ ഹകീമാ, അല്ലാഹു ഇതൊക്കെ അറിയുന്ന ആളാണ്. അതുകൊണ്ട് തൗബയെ പിന്തിപ്പിക്കല്ല. എപ്പോഴാണ് മരിക്കുന്നത് എന്ന് ആർക്കറിയില്ലല്ലോ. യുബഅസുൽ അബ്ദു അലാ മാ മാത അലൈഹി എന്നാണ്. എങ്ങനെയാണോ ഒരാൾ മരിച്ചത് അതേപോലെയാണ് അയാൾ അല്ലാഹു നാളെ പുനർജനിപ്പിക്കുന്നത്. ഒരാൾ വ്യഭിചരിച്ചു,
തൗബ ചെയ്തില്ല, അങ്ങനെ മരിച്ചുപോയാൽ വ്യഭിചാരിയായിട്ടാണ് അള്ളാഹു നാളെ പുനർജനിപ്പിക്കുന്നത്. ഒരാൾ കള്ളു കുടിച്ചു, കഞ്ചാവ് അടിച്ചു, തൗബ ചെയ്തില്ല, അങ്ങനെ തന്നെ മരിച്ചുപോയി കഞ്ചാവുകാരനായി, കള്ളു കുടിയനായി, പലിശ തിന്നുന്നവനായി അള്ളാഹു നാളെ പുനർജനിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ? ആർക്കാണ് എപ്പോൾ മരിക്കുമെന്ന് പറയാൻ പറ്റൂലല്ലോ, ഏത് സമയത്ത് മരിക്കുമെന്ന് പറയാൻ പറ്റും. തെറ്റ് ചെയ്താൽ ഉടനെ തൗബ ചെയ്യുക, ഉടനെ മനസ്സ് അറിഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അല്ലാഹ് എനിക്ക് പുറത്തു തരണമെന്ന് ദുആ ചെയ്യുക. അള്ളാഹു കൈനീട്ടി കാത്തിരിക്കുകയാണ്. ചെയ്തുകൂടെ തെറ്റ് വരും, സ്വാഭാവികമാണ് തെറ്റുവരും. പക്ഷേ അങ്ങനെ ഒരു തെറ്റ് വന്നാൽ ഉടനെ അല്ലാഹുവേ ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല റബ്ബേ, നിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടനാൾ അല്ലാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ അല്ലാഹു തൗബ സ്വീകരിക്കും. വലൈസത്തിത് തൗബതു ലില്ലദീന യഅമലൂന സയ്യിആത്ത്. ആരുടെ തൗബയാണ് അല്ലാഹു സ്വീകരിക്കാത്തത്? ഖണ്ഡമാനം തെറ്റുകൾ ചെയ്തു, തോന്നിവാസം വേണ്ടുവോളം ചെയ്തു. ഹത്താ ഇദാ ഹളറ അഹദഹുമുൽ മൗത്ത്. മരിക്കാൻ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോൾ അയാൾ പറഞ്ഞു, ഖാൽ ഇന്നി തുബ്തുൽ ആൻ. അല്ലാഹുവേ ഞാൻ ഇപ്പോൾ ഇതാ തൗബ ചെയ്യാൻ. എപ്പോ? റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ പറയാണ് ഞാൻ തൗബ ചെയ്യാൻ. ഫിറഔൻ പറഞ്ഞിട്ടുണ്ടത്. ഫിറഔനിന് 7 ആയാത്തിൻ മുതവാലിയ, തുടർച്ചയായ അടയാളങ്ങൾ, 9ഓളം അടയാളങ്ങൾ, രക്തങ്ങൾ നൽകി, തവളകളെ നൽകി, കുമ്മൽ നൽകി എന്നില്ല. തുടർച്ചയായ വെള്ളം കുടിക്കുമ്പോഴേക്കും ക്ലാസ്സിൽ തവള, ഉറങ്ങാൻ കിടക്കുമ്പോൾ അവിടെയും തവള. അത് പരീക്ഷിച്ചു. മൂസാ നബിയെ ഒന്ന് ദുആ ചെയ്യണം, ഞാൻ നന്നായിക്കോളാം. ദുആ ചെയ്തു, തവളയുടെ ശിക്ഷ പോയി. പിന്നെ ചോര, ദം, എവിടെ നോക്കിയാലും ചോര. ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ചോര, ഉറങ്ങാൻ കിടക്കുമ്പോൾ അവിടെയും ചോര, കുടിക്കാൻ നിൽക്കുമ്പോൾ വെള്ളത്തിലും ചോര. മൂസാ നബിയെ ഒന്ന് ദുആ ചെയ്യണം, ഞങ്ങൾ നന്നായിക്കോളാം. അങ്ങനെ തുടർച്ചയായ 9 അടയാളങ്ങൾ നൽകി, നന്നായില്ല. എന്നിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി താഴുമ്പോഴാ ഫിറഔൻ പറയുന്നത്, ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ. മൂസാ നബിയുടെയും ഹാറൂനിന്റെയും റബ്ബിനെ കൊണ്ട് ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. ചാൻസ് കഴിഞ്ഞു. എന്തേ? അല്ലാഹു പറയാണ്, ഇദാ ഹളറ അഹദഹുമുൽ മൗത്ത്. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഖാല ഇന്നി തുബ്തുൽ ആൻ. ഞാനിതാ ഇപ്പോൾ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കൂല. അതിനു മുമ്പ് തൗബ ചെയ്യണം.